ജസ്റ്റ് ഗൂഗിളിൽ ക്യാൻവ എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇമെയിൽ അയച്ചു ലോഗിൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ നമുക്ക് എന്ത് വേണം, എന്ത് ഡിസൈൻസോ കാര്യങ്ങളോ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മളോട് സെർച്ച് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ലോഗോ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ലോഗോ എന്ന് അടിച്ചു ഇപ്പൊ നമ്മുടെ ബിസിനസ് ഇപ്പൊ എന്താണ്, ഏത് കാറ്റഗറി ആണ്, നമുക്കിപ്പോ ഒരു ഇ കൊമേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഇ കൊമേഴ്സ് ലോഗോ ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ലോഗോ ഇ കൊമേഴ്സ് നൽകി ഇ കൊമേഴ്സ് ലോഗോ എന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇ കൊമേഴ്സ് ലോഗോക്ക് പറ്റിയ അതിന് മാച്ച് ചെയ്ത ഒരുപാട് ലോഗോ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ബ്ലാങ്ക് കൊടുക്കാം. അവിടെ നമുക്ക് ഓരോ എലമെന്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ ഇതുണ്ടോ ഇ കൊമേഴ്സ് ഓൺലൈൻ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാമ്പിൾസ്, ഒരുപാട് ലോഗോസ് കാണാൻ പറ്റും. ഇതൊക്കെ കറക്റ്റ് ഈ എന്താ ഇ കൊമേഴ്സ് മാച്ച് ചെയ്ത ലോഗോസ് ആട്ടോ. ഇതില് ഇതൊക്കെ പ്രോ ആണ്. ഇവിടെ കാണാൻ പറ്റും പ്രോ എന്ന്. ഇത് നമുക്ക് പ്രോ നമ്മൾ പെയ്ഡ് ചെയ്ത് അക്കൗണ്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ രണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചിലത് അത് എടുത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അതിൽ ചില എലമെന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊന്നും പേയ്മെന്റ് ഇല്ല, അതൊക്കെ ഫ്രീ ആണ്. ഇത് പെയ്ഡ് ആണ്. ഇതൊക്കെ ഫ്രീ ആണ്. ഓൺലൈൻ ഷോപ്പ് നോക്കി കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ലോഗോസ് ഉണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ലോഗോസ് ഉണ്ടാവും. ഇത് നമുക്ക് മാച്ച് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്തോ അത് നമുക്ക് എടുക്കാം. കഴിഞ്ഞാൽ അതിൽ ചെറിയ എഡിറ്റും കാര്യങ്ങളും മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ പറ്റും. ഉം. ഞാൻ എക്സാമ്പിൾ ഈ ഒരു ലോഗോ എടുത്തിട്ടോ, അത് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ദ ടെംപ്ലേറ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ലോഗോന്റെ നെയിം ഓൺലൈൻ ഷോപ്പ് എന്നുള്ളപ്പോ ഞാൻ മാറ്റിയിട്ട് ലീല എന്തോ അപ്പൊ ഞാന് ലൈലാക്ക് ഫാഷൻ എന്നുള്ള നെയിം കൊടുത്തു. ലോഗോ തന്നെയാണ്. ഇതിലേക്ക് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാനിത് മാറ്റിയിട്ട് ലൈലാക്കിന് മാച്ച് ചെയ്തൊരു വേറെ കളർ കൊണ്ടുവരാണ്. നമുക്ക് ഇവിടെ ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ കണ്ടന്റ് ആണെങ്കിൽ ഇതിപ്പോ ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഇതിന്റെ കളർ കാര്യങ്ങൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ വേറൊരു ബെനിഫിറ്റ് എന്താ, ഇപ്പൊ നമുക്ക് ഒരു നമ്മളിതിക്ക് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞാൻ ഇതൊക്കെ സാമ്പിൾസ് ആട്ടോ അവർ തരുന്ന. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിലൊരു സാധനം ആഡ് ചെയ്തു. അപ്പൊ ഈ ഒരു കളറ് നമ്മളെ ബാക്കിയുള്ളതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നല്ല സുഖം കേട്ടോ. ഇതിലുണ്ടാവും. അപ്പൊ ഈ എഴുത്ത് ഇതിന്റെ ബ്രാൻഡ് നെയിം നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ ഉണ്ടോ, നമ്മൾ ഇതിൽ എന്ത് ആഡ് ചെയ്തോ അതിന്റെ വേരിയൻ കളേഴ്സ് ഇവിടെ കാണിക്കും. അപ്പൊ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, തമ്മിൽ ഫിനിഷിങ് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആക്കി കൊടുക്കും, വൈറ്റ്. നമുക്ക് എലമെന്റ് ഫാഷൻ
ഇപ്പൊ ഫാഷൻ ഞാൻ സെർച്ച് ചെയ്യണം, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ എലമെന്റ്സും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഉം. ഇതിൽ നമുക്ക് മാച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടോ. ഇതിൽ പ്രീമിയം ആണെങ്കിൽ നമുക്ക് എല്ലാ ആക്സസ് ഉണ്ടാവും, മറ്റേതാകുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഡ്രാഗൺ ടോപ്പ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, നമുക്ക് വേണ്ടത് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇഷ്ടപ്പെട്ട ഡിസൈൻക്ക് മാറ്റാം. അത് ഗ്രാഫിക്സ് എലമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഷേപ്സ്. നമുക്ക് ഏതാണ് കാറ്റഗറി എന്താണ് അതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറെ മോഡൽസ് കിട്ടും കേട്ടോ. സിമ്പിൾ, ഇപ്പൊ സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യാണ്. ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് വേണ്ട ലോഗോസ്, സിമ്പിൾ ആയിട്ടൊരു ലോഗോ, ഒരു ഫാഷൻ സ്റ്റോറിന്റെ ആണ്. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഈ ലോഗോ അല്ലാതെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് പോസ്റ്റ് വേണമെങ്കിൽ, ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഫോം എടുക്കാം, ഇവിടെ ഉണ്ടാവും, നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. സോഷ്യൽ മീഡിയ ഇപ്പൊ നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്കുള്ള പോസ്റ്റേഴ്സ് ആണെങ്കിൽ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇവിടെ കാറ്റഗറി ഉണ്ട് കേട്ടോ. ഇവിടെ കാറ്റഗറി ബേസ് ചെയ്ത് നമുക്ക് ഇവിടെ കുറേ കാറ്റഗറീസ് ഉണ്ട്. സൊല്യൂഷൻ, മാർക്കറ്റിംഗ്, ക്രിയേറ്റീവ്, ഏജൻസി, സെയിൽസ്, കമ്മ്യൂണിക്കേഷൻ, മീഡിയ ആൻഡ് പബ്ലിക്കേഷൻ, റിയൽ എസ്റ്റേറ്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടത് എടുക്കാൻ എളുപ്പമാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ വിഷ്വൽ സ്റ്റൂട്ട്, ഡോക്യുമെന്റ് ആയിക്കാണ് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്, വൈറ്റ് ബോർഡ്, PDF, വീഡിയോസ്, ബിസിനസ് കാർഡ്. ഇപ്പൊ നമുക്കൊരു ബിസിനസ് കാർഡ് വേണമെങ്കിലൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ലോഗോ ആണ് ചെയ്തത്, അതേപോലെ തന്നെ പോസ്റ്റേഴ്സ്, ഫ്ലയർ, ബ്രോഷർ, അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട്. ഇപ്പൊ പോസ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുറെ പോസ്റ്റേഴ്സ് ഡിസൈൻസ് നമുക്കിവിടെ കിട്ടും. പ്രിന്റ് പോസ്റ്റർ, ഇതൊക്കെ ഓരോ പോസ്റ്റേഴ്സ് ആണ്. ഇനി നമുക്കിവിടെ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ആണെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ കാറ്റഗറി ഉണ്ട്, ബിസിനസ്, സോഷ്യൽ മീഡിയ, എഡ്യൂക്കേഷൻ. ബിസിനസ്സിനാണെങ്കിൽ ഡോക്യുമെന്റ്, പ്രസന്റേഷൻ, വൈറ്റ് ബോർഡ്, ബിസിനസ് കാർഡ്, ഫ്ലയർ, ഫോട്ടോ ടൈപ്പ്. ബിസിനസ് കാർഡ് നമുക്ക് എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ബിസിനസ് കാർഡ് ഉണ്ടാവും, പല മോഡലിലെ ബിസിനസ് കാർഡ് സിമ്പിൾ ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പൊ നമുക്കിത് എടുക്കുക, ജസ്റ്റ് എഡിറ്റ് ചെയ്യുക, അത്രേ നമുക്ക് മാറ്റം വരുത്തേണ്ടേ ഉള്ളൂ. ഇതൊക്കെ ഓരോ ബിസിനസ് കാർഡാണ്. ഇതിന് വേറെ ബെനിഫിറ്റ് എന്നാൽ ഇത് ഡിജിറ്റൽ ബിസിനസ് കാർഡും കൂടെ നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ കാർഡ് ബട്ടൺ നമ്മൾ നമ്പർ കൊടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, PDF ആക്കി ഡൗൺലോഡ് ചെയ്യാം, ഒരാളുകൾക്ക് ആർക്കും അയച്ചു കൊടുക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആള് പോകും, വാട്സപ്പിലേക്ക് പോകും. അങ്ങനെയൊക്കെ നമുക്ക് ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡും കൂടെ ഈ ക്യാനോ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ മോഡലിൽ നമുക്ക് ഡിസൈൻ ചെയ്തൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതൊക്കെ ഒരു സിമ്പിൾ ആയിട്ടുള്ള, ഇതിന്റെ ഡബിൾ സൈഡ് ഒക്കെ കേട്ടോ, രണ്ട് പേജ് ഉണ്ടാവും. ഒരു പേജ് ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ബാക്ക് സൈഡിലുള്ള പേജ്
ബാക്ക് സൈഡ് അങ്ങനെ ആയിരിക്കും. ഇത് നമുക്ക് പ്രിന്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രിന്റ് ചെയ്യാനും പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ സാധനം കിട്ടും ചെയ്യും. ബിസിനസ് കാർഡ്, ലോഗോ, ബിസിനസ് കാർഡ്, അതുപോലെ തന്നെ പ്രൊഫൈല്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഉം. ഇപ്പൊ നമ്മളെ ഈ പേഴ്സണൽ പ്രൊഫൈൽ കാർഡ് എന്ന സംഭവമുണ്ട്. പേഴ്സണൽ പ്രൊഫൈൽ കാർഡ് നമ്മൾ ബിസിനസിന്റെയും ബിസിനസ് അല്ലാതൊക്കെ നമ്മൾ ഉപയോഗിക്കാം. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി നമുക്ക് ആർക്കും നമ്മൾ പേഴ്സണൽ ബിസിനസ് കാർഡ് സെറ്റ് ചെയ്യാം. ഉം. ഇതേ രൂപത്തിൽ നമുക്ക് ഇപ്പോ ഇതൊരു ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ കൊടുക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് അതന്നെ. ഇതിപ്പോ ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, അതുപോലെ ബാർകോഡ് ഒക്കെ കൊടുത്തൊരു മോഡലാണ്. അങ്ങനെ ഒരുപാട് ബിസിനസ് കാർഡുകൾ ഉണ്ട്, പല ടൈപ്പ്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, സെറ്റ് ചെയ്യാം. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് കാർഡും സെർച്ച് ചെയ്തു. അപ്പൊ അതുമായി റിലേറ്റ് ചെയ്തുള്ള ബിസിനസ് കാർഡ് നമുക്ക് കാണിക്കും. അതാ പിന്നെ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തിട്ടോ. ഒരുപാട് മോഡൽസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ ബിസിനസിന്റെ ആണെങ്കിൽ ബിസിനസ് രൂപത്തിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ മതി. ഇത് ഒരു ഫ്രീലാൻസർ അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ കാർഡാണ്. അപ്പൊ ഇതിൽ ഫോട്ടോസും കൂടെ ഉണ്ടാവും. മറ്റേത് നമ്മുടെ ഫോട്ടോസിന്റെ പകരം ലോഗോ ആയിരിക്കും. പ്രൊഫഷണൽ ബിസിനസ് കാർഡ് കാറ്റഗറി ഉണ്ട്. നെറ്റ് കട്ടാകുന്നുണ്ടോ അല്ലേ? ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഹലോ. വോയിസ് ഒക്കെ ക്ലിയർ. അതെ അതെ അതെ, വോയിസ് ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ സാമ്പിള് ഒരു ബിസിനസ് കാർഡ് എടുത്തു, കസ്റ്റമൈസ് ചെയ്തു, കസ്റ്റമേഴ്സ് കൊടുത്തു. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ അതിന് 2 പേജാണ്, ഫ്രണ്ട് ബാക്ക് കേട്ടോ. 2 പേജസ് വരുന്നത്. അപ്പൊ നമുക്കിപ്പോ അതില് കാണാൻ പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ല. സ്ക്രീൻ ഷെയർ കട്ടായിരിക്കണല്ലോ. തന്നെ. ഓക്കെ ഓക്കെ, നെറ്റ് കട്ടായി പോയതായിരിക്കും. ഇപ്പൊ കാണുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആവണല്ലോ, വോയിസ് കട്ടാവുന്നുണ്ട്, സ്ക്രീൻ ഷെയർ കിട്ടില്ല. കാണാൻ പറ്റുന്നു. ഓക്കെ ആണോ? സലാഹുദ്ദീൻ ഭായ്, ഇത് പെയ്ഡ് അല്ലേ ശരിക്കും ക്യാൻവ? അല്ല, കാനവയിൽ പെയ്ഡും ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു പരിധി വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ ഫ്രീ ആണ് കേട്ടോ. ഹലോ ഹലോ, കേൾക്കുന്നില്ല? ക്ലിയർ ആവുന്നില്ല കേട്ടോ. ക്ലിയർ ആവുന്നില്ല സലാഹുദ്ദീൻ. സാറ് പറയുന്ന കേൾക്കില്ല. ഹലോ, ഇപ്പൊ ഓക്കെ ആണോ?
ആ ആ ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ. ക്യാൻവ ഈ എന്ന് ക്യാൻവേ പറയുന്നത് പെയ്ഡ് സർവീസ് അല്ലേ ഇത് ശരിക്കും? ആ, അത് എല്ലാം പെയ്ഡ് അല്ല. നമുക്ക് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഫുള്ള് ഫ്രീ ആയിട്ടുള്ളതാണ്. പെയ്ഡ് എന്ന് പറയുന്നത് ഇതിൽ ചില സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് പെയ്ഡ് ആയിരിക്കും. ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ഇതൊരു ഡിസൈനാണ്. ഈ ഡിസൈനിൽ പെയ്ഡ് എന്നുണ്ട്. അപ്പൊ ചില എലമെന്റ് പെയ്ഡ് ആയിരിക്കും. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു എലമെന്റ് എന്തായിരിക്കും, പെയ്ഡ് ആയിരിക്കും. അപ്പൊ ആ എലമെന്റ് നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ കുറെ ഇതിൽ ഫ്രീ ഉള്ളുണ്ട്, ഇഷ്ടം പോലെ ഫ്രീ ഉണ്ട്. അപ്പൊ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെ ഓരോ ബിസിനസ് കാർഡാണ്. അപ്പൊ ഇതിൽ ഓക്കെ ഓക്കെ. നമുക്ക് സെർച്ച് കൊടുക്കുമ്പോഴേ നമുക്ക് ഫ്രീയും ഉണ്ട് പെയ്ഡും ഉണ്ട്. അപ്പൊ ഫ്രീ മാത്രം ടിക്കറ്റ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള മൊത്തം കിട്ടും. ഇവിടെ നോക്കി കാണാൻ പറ്റും. ഇപ്പൊ ഇതില് പെയ്ഡുള്ള കണ്ടന്റ് ഉണ്ട്. ഇതിൽ പെയ്ഡ് ഇല്ല, ഓ ഇത് ഫ്രീ ആണ്. ഇതിൽ പെയ്ഡ്. ശരിയാണ്. ആ അതായത് പ്രീമിയം എന്ന് കാണിക്കുന്ന ആ ഒരു ക്രൗണ്ട് ഇമേജ് ഉള്ളതോ അങ്ങനെ ക്രൗണ്ട് ഇമേജ് ഉള്ളത് മാത്രം ഒഴിവാക്കാം അല്ലെ? ഇത് ഇങ്ങനെയുള്ളതാണ് പ്രോ ഉള്ളത്. അത് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് കിട്ടും. അതിൽ ചില എലമെന്റ് പെയ്ഡ് ആയിരിക്കും. അത് കൊടുക്കാത്ത ടൈപ്പ് ഉണ്ട്. അത് ഫുൾ നമുക്ക് ഫ്രീ ആണ്. പ്രോ കാണുന്നതൊക്കെ പെയ്ഡ് ആണ്, പ്രോ അല്ലാത്തൊക്കെ നമുക്ക് ഇത് നോക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൂടുതലുള്ളത് ഫ്രീ ആണ്. കുറഞ്ഞത് അറിയാൻ പറ്റും. പ്രീമിയം, കുറച്ച് ഉം. പെയ്ഡും ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളത് പ്രീമിയം ക്യാൻവ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എടുക്കാൻ പറ്റും. ഉം. ഇവിടെ നമുക്ക് പല കാറ്റഗറി ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിയേറ്റീവ്, മോഡേൺ, അതുപോലെ മിനിമലിസ്റ്റ്, ഫ്യൂച്ചറിസ്റ്റിക്, അങ്ങനെ പല കാറ്റഗറിയിലും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല മോഡൽസ് ഒരുപാട്. നല്ല രീതി പറയൂ. മോഡൽസ് വരുന്നുണ്ട്. നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് പെയ്ഡ് മേടിച്ചാലും കുഴപ്പമില്ല അതല്ലേ? പേഡ് പറഞ്ഞ ഒരു മാസത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മന്ത്ലി അങ്ങനെ ഇയറിലേക്ക് കിട്ടും. അതാകുമ്പോൾ നമുക്ക് അൺലിമിറ്റഡ് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും ഏതെടുത്തിട്ട്. ഇപ്പൊ നമുക്ക് തന്നെ വേറൊരു അക്കൗണ്ട് ഉണ്ട്, ഇതിന്റെ പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഇപ്പൊ നമ്മുടെ കമ്പനിന്റെ അക്കൗണ്ട് ഉണ്ട്, അത് പെയ്ഡ് ആണ്. അപ്പൊ അതാവുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പെയ്ഡും ഈ പ്രീമിയം ഒക്കെ അതിന് ഉപയോഗിക്കാം. അതിന് പൈസ വേണ്ട. മൾട്ടിപ്പിൾ ലോഗിൻ ചെയ്യാലോ, മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ലോഗിൻ ലോഗിൻ ചെയ്യാൻ ചെയ്യാൻ പറ്റും. പറ്റുന്നു. ഉം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യാന്നുള്ളതാണ്. ഈസിയാണ്. പോസ്റ്റേഴ്സ് ഫോട്ടോഷോപ്പ് വേണ്ട. എങ്ങനെ ഫോട്ടോഷോപ്പ് ഇല്ലാണ്ട് നമുക്ക് പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാമല്ലേ? ഫോട്ടോഷോപ്പ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒട്ടുമിക്ക ഡിസൈൻസും ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ കാണിച്ചത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിപ്പോ ഡിസൈൻ ആണ്. ഇതിപ്പോ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു. ഇതിപ്പോ എന്ത് ചെയ്യുന്ന, ഇതിപ്പോ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. ഇത് ഈ ഫോട്ടോ മാറ്റണമെങ്കിൽ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിലിവിടെ അപ്ലോഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ അപ്ലോഡിൽ നമ്മളെ ഭാഗത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ ഒരു ഇമേജ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് കൊണ്ടുവന്നിട്ടാൽ മതി. പണ്ട ഇമേജ് മാറി. ഇവിടെ പേര് എന്ത് ചെയ്യണം, അതെ. ഞാൻ എന്റെ പേര് കൊടുക്കാം. ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആർക്കും സിമ്പിൾ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവം. പക്ഷെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റ് 91889666. ഇപ്പൊ നമ്മളെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഹൈപ്പർ ലിങ്ക്. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിങ്കിന്റെ സോഴ്സ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ, നമ്മുടെ ഇമെയിൽ ഐ ഡി ആണെങ്കിൽ നമുക്ക് ആ ഇമെയിൽ ഐ ഡി തന്നെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളെ ഇമെയിൽ ഉണ്ടല്ലോ, ഇമെയിലേക്ക് ഓപ്പൺ ആയിക്കോളും. അതുപോലെ നമ്മുടെ വാട്സപ്പിന്റെ ബട്ടൺ കൊടുക്കുക. അങ്ങനെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ലിങ്ക് കൊടുക്കാം. അപ്പൊ വാട്സപ്പിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്തോളും, നമ്മുടെ വാട്സപ്പിൽ കണക്ട് ആയിക്കോളും. ഇനിയിപ്പോ ഈ മൊബൈൽ നമ്പർ
ഞാൻ എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. അപ്പൊ ഇതിന് ഓൾ സെലക്ട് ചെയ്ത ലിങ്ക് എന്നുള്ളത് വരും. എൻ്റെ ലിങ്ക് ഇപ്പോ വാട്സപ്പിന്റെ ലിങ്ക് കൊടുക്കുക, https://w.a.me. ഇതാണ് വാട്സപ്പിന് ലിങ്ക് ആക്കാനുള്ള നമ്മളെ ഇത്. ഇവിടെ 91 88 91. ഇപ്പൊ എന്ത് ചെയ്തു, ആ വാട്സപ്പിന്റെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്താൽ നേരെ എന്ത് ചെയ്യാൻ പറ്റും, വാട്സപ്പിലേക്ക് പോകും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു, ലിങ്ക് ചെയ്തു. ഇനി വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ലിങ്ക് ചെയ്തു. സ്ഥലം മലപ്പുറം. അപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് ചെയ്തതാണ്. ഇതിൽ കൂടുതലോ ഡീറ്റെയിൽസ് ഉണ്ട്. സെക്കൻഡ് പേജ് വരുന്നത് ഇതാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോഗോന്റെ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് മാറ്റി കൊടുക്കണമെങ്കിൽ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗാലറി പോയി നമുക്ക് ഇവിടുന്ന് വേണ്ട ഏത് ലോഗോ ആണോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗോസ് ആണോ ഇമേജ് ആണോ നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ആ ലോഗോ മാറ്റിയിട്ട് ഇവിടെ എൻ്റെ ലോഗോ കൊടുക്കണം. അലൈൻമെന്റ് കറക്റ്റ് ആക്കി ഈ കളർ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലോഗോന്റെ കളർ ആക്കി കൊടുക്കണമെങ്കിൽ ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലോഗോയിലുള്ള ഒരു കളർ. അപ്പൊ ആ ഒരു കളർ മാച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഡിസൈനിനെ മൊത്തം കൊണ്ടുവരാൻ പറ്റും. ഫ്രണ്ട് സൈഡ് മാറ്റിയ പോലെ ബാക്ക് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, കളറ്
ലോഗോയിൽ കൊടുത്ത കളറ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തു, ഒരു കാർഡായി ഫ്രണ്ടും ബാക്കും. ഫ്രണ്ടിലാണ് പേഴ്സണൽ ഡീറ്റെയിൽസും ബാക്കിൽ നമ്മൾ ഒരു പേഴ്സണൽ ബ്രാൻഡും, രണ്ട് രണ്ട് രീതിയിലായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്തു. ഇതിലിപ്പോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൾ ബട്ടൺ ഈ നമ്പർ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിലേക്ക് പോകും. ഇനിയിപ്പോ നമുക്ക് ഐക്കൺസ് ആഡ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഐക്കൺസ് ഉണ്ടാവും. നമുക്ക് ഫോണ് ഐക്കൺസ് ആണെങ്കിൽ ഇനി ഇതിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യാം. ഇപ്പൊ ഞാന് ഇപ്പൊ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ നെയിമിന്റെ ഇവിടെ കണ്ടോ, ഈ സാധനം ചെറുതാക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാം. ഇങ്ങനെ കുറെ എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ കോണ്ടാക്ടിന്റെ മേലെ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ മലപ്പുറത്തിന്റെ മേലെ ഇതുപോലെ കൊടുക്കുക. അങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും പല രീതിയിൽ. കുറെ ടൈപ്പ് എലമെന്റ്സ് ഉണ്ട് ഇതിലിപ്പോ. നമുക്ക് ഇനിയിപ്പോ വാട്സപ്പിന്റെ ബട്ടൺ വേണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ചിലത് പ്രോ ആണ്, പ്രോ അല്ലാത്തതും ഉണ്ടാവും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള സാധനം ഇപ്പൊ ഇതിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐക്കൺസ് ഐക്കൺസ് ഏതാ നമുക്ക് വേണ്ടത്. വാട്സപ്പ് ആണെങ്കിൽ വാട്സപ്പ് ഐക്കൺസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ മോഡൽസ് കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ട എന്ത് ചെയ്യാൻ പറ്റും, PNG ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ PNG ആയിട്ട് കിട്ടും, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ടൈപ്പ്. അപ്പൊ അത് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഫ്രീ പിക്ക് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഫ്രീ പിക്ക്. ഇതെന്തിനാ വെച്ചാല് നമുക്ക് ഇമേജസും ഫോട്ടോസും ഡൗൺലോഡ് ചെയ്യാൻ. അപ്പൊ ഇതിൽ ഒരുപാട് ഇമേജസ് അയക്കാം. നമുക്ക് എന്ത് ടൈപ്പ് വേണമെങ്കിലും അതിന്റെ ഇമേജസിന് സെർച്ച് ചെയ്താലേ ഇവിടെ കിട്ടും നമുക്ക്. അതിന്റെ വെക്ടർ ഫയൽ കിട്ടും, അതുപോലെ PSD ഫയൽ പറഞ്ഞാൽ ഫോട്ടോഷോപ്പിലേക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഫയലാണ്. അതേപോലെ തന്നെ അതിന്റെ PNG ഫയൽ കിട്ടും. നമുക്ക് ഒരുപാട് ടൈപ്പ് ഫയൽ കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് ഐക്കൺസ് കാര്യങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെർച്ച് ചെയ്യാം. ഐക്കൺസ് എന്നല്ല, അപ്പൊ നമുക്ക് വേണ്ട എന്ത് ഡിസൈൻസ്. ഈ വെക്ടേഴ്സ് പറഞ്ഞാല് ഈ വെർച്ച് ടൈപ്പ് ഉണ്ടാക്കി കാർട്ടൂൺ ടൈപ്പ് ഇമേജസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്ടേഴ്സ് ആണ്. ഫോട്ടോസ് ആകുമ്പോൾ നമുക്ക് ഫ്രീ പിക്ക്, അതിന് ഫ്രീ ആയിട്ട് ഒരുപാട് ഫോട്ടോസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഇത് ചില പെയ്ഡും ഉണ്ട് കേട്ടോ, പെയ്ഡ് അല്ലാത്ത നമുക്ക് എടുക്കാം. ഇത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ സാധാരണ എല്ലാ ഏജൻസീസും നമ്മൾ ഓരോ പോസ്റ്റ് ഡിസൈൻ ചെയ്യുമല്ലോ, അപ്പൊ അതിനുള്ള ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കൊടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഫ്രീ പിക്ക് എടുക്കുക. പിന്നെ ഒന്നുള്ളത് ഷട്ടർ സ്റ്റോക്കാണ്. ഷട്ടർ സ്റ്റോക്കിൽ നമുക്ക് പെയ്ഡ് ആണ്. ഈ ഫ്രീ പിക്ക് ആകുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഇതാ ഈ ഒരു ബട്ടൺ ഇത് കണ്ടോ, PNG. ഇതിപ്പോ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് PNG ഫയലായിട്ട് ഡൗൺലോഡ് ആയി. ഇതാണ് ഇപ്പൊ ബട്ടൺ. സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ബട്ടൺ കിട്ടി. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ മതി, നമ്മൾ ഇവിടെ പോയിട്ട് അപ്ലോഡ് കൊടുക്കുക. അപ്പൊ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ വാട്സപ്പ് ബട്ടൺ എടുക്കുമ്പോൾ ചിലപ്പോൾ പെയ്ഡ് ആകാരം പ്രീമിയം അക്കൗണ്ടിൽ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമുക്കിവിടെ പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാം നമുക്ക് വേണ്ടത്, എന്നിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ബട്ടൺ കിട്ടി. ഇത് ഇതിനെ നേരെ കൊടുത്തു. ഈ ലിങ്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വാട്സപ്പിന്റെ ബട്ടൺമ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. ഇവിടെ ആ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ലിങ്ക് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പിൽ ലിങ്ക് കൊടുത്തു, സബ്മിറ്റ് അടിച്ചു, ഡൺ അടിച്ചു. അപ്പൊ വാട്സപ്പിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളായിട്ട് വാട്സപ്പിലേക്ക് പോകും. ഓക്കെ, അതുപോലെ ഇമെയില്, വെബ്സൈറ്റ്, ഇതൊക്കെ നമുക്ക് രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്. ഇപ്പൊ ഞാൻ സാമ്പിൾ കാണിച്ച കേട്ടോ, ഇത് ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എന്ത് എലമെന്റ് വേണമെങ്കിലും ഇവിടെ ഉണ്ടാവും. ഡ്രോയിങ്,
മ്യൂസിക് കൊടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ PDF ഇതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മ്യൂസിക് അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ അത് പറ്റും. ഡിസൈൻസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ, അതുപോലെ തന്നെ എന്തെങ്കിലും എലമെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കൊടുക്കണമെങ്കിൽ ഇൻസ്റ്റഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഐക്കൺസ് വരും. ഇവിടുന്ന് എടുക്കുമ്പോൾ എന്താ വെച്ചാൽ കൂടുതൽ ഡിസൈൻസ് പെയ്ഡ് ആയി, കാരണം പെയ്ഡ് അല്ലാത്തത് ഇത് പെയ്ഡ് അല്ല, പെയ്ഡ് അല്ല. അപ്പൊ നിങ്ങൾ പെയ്ഡ് അല്ലാതെ നോക്കിയെടുക്കണം. അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടത് എടുത്തിട്ട് അത് പുറത്തുനിന്ന് നമ്മൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇൻസ്റ്റഗ്രാമിന്റെ യൂസർ ID കൊടുക്കാം. ഇതാണ് എന്റെ പ്രൊഫൈല്. അപ്പോ ഇതെടുത്തിട്ട് എന്ത് ചെയ്തു, ഇൻസ്റ്റഗ്രാമിന്റെ ഇവിടെ കൊണ്ടുപോയിട്ട് ഞാൻ കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഇൻസ്റ്റഗ്രാം യൂസർ ID ആണ്. ഇതിപ്പോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമിക്ക് ഓപ്പൺ ആവും. അതേപോലെ തന്നെ നമ്മള് ഈ ഇമെയിൽ ഓപ്ഷനിൽ പോവുക, ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ പോയിട്ട് ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്തു, പ്രൊഫൈൽ ലിങ്ക് കൊടുത്തു, ഡൺ അടിച്ചു. ഇപ്പൊ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം യൂസർ ID മേലോ അല്ലെങ്കിൽ ഐക്കണിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇൻസ്റ്റഗ്രാമിക്ക് ഓപ്പൺ ആവും. എന്നിട്ട് ഇപ്പൊ ഇത് സാമ്പിൾ ചെയ്താൽ അതുപോലെ നമുക്ക് വെബ്സൈറ്റ് ആഡ് ചെയ്യുക, കാൾ ബട്ടൺ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയാസ് ഉണ്ടല്ലോ, ഇപ്പൊ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഐക്കൺസ് ഒക്കെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതെന്ത് ചെയ്യുക, ഷെയർ എന്നുള്ള ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് എന്നുണ്ടാവും. ഡൗൺലോഡ് കൊടുക്കുക. ഇവിടെ ഇമേജ് ആയിട്ടുള്ളുണ്ട്. ഇമേജ് ആകുമ്പോൾ നമുക്ക് ഇത് ലിങ്കിൽ വർക്ക് ചെയ്തോളന്നില്ല. ഇവിടെ PDF സ്റ്റാൻഡേർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. PDF എന്ന് കൊടുക്കുക. 2 പേജും നമുക്ക് വേണമെങ്കിൽ 2 പേജും കൊടുക്കുക. എന്നിട്ട് ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു PDF രൂപത്തിൽ നമുക്ക് ഇത് ഓപ്പൺ ആയി കിട്ടും. അപ്പൊ ഇത് നമുക്ക് വാട്സപ്പിലൊക്കെ ആർക്കും വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഈ ഡിസൈൻ ഇതിപ്പോ വാട്സപ്പിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്നുണ്ടല്ലേ? ഹലോ, ഇപ്പൊ ഇത് വാട്സപ്പിൽ ഇങ്ങനെ ഒരു PDF ആക്കി അയച്ചു കൊടുത്തപ്പോൾ നിങ്ങളെ പ്രൊഫൈൽ ഇങ്ങനെ അയച്ചു കൊടുത്താല് അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബിസിനസിന്റെ ലോഗോ, അതിന്റെ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ, ഇമെയിൽ ID, അതിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഇതിന് ആരെങ്കിലും കണ്ടോ, ഇവിടെ ഞാൻ മൗസ് കൊണ്ടുപോയപ്പോ ഇവിടെ ഈ കൾസർ മാറിയിട്ട് എന്ത് ചെയ്തു, അവിടെ ബട്ടൺ ഉണ്ടെന്ന് മനസ്സിലാവും, ഒരു ആൻഡ് ചിഹ്നം വന്നു കണ്ടോ. അപ്പൊ ഇതിന് ക്ലിക്ക് ചെയ്ത് നേരെ എന്ത് ചെയ്യും, നേരെ വാട്സപ്പിൽ ഓപ്പൺ ആവും. കണ്ടോ, ഇതില് വാട്സപ്പിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ആപ്പ് ഇൻസ്റ്റാൾ ആണ്, അത് ലോഗിൻ അല്ലാത്തതുകൊണ്ടാണ്. ഇനി ഇങ്ങനെ വരും, നേരെ വാട്സപ്പിന്റെ ബട്ടൺ ഓപ്പൺ ആവും. അതേ രൂപത്തിൽ ഇനിയിപ്പോ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിപ്പോ ഇൻസ്റ്റഗ്രാം ക്ലിക്ക് ചെയ്താൽ നേരെ എന്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് പോകും. കണ്ടോ, ഇതേ രൂപത്തില് ഇനിയിപ്പോ നമ്മളെ വെബ്സൈറ്റിലേക്ക് ആണെങ്കിൽ ഇമെയിൽ ID ആണെങ്കിൽ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളെ ഫോണിൽ നിന്നാണെങ്കിൽ ഇതിലിപ്പോ ഇമെയിലിന്റെ മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ ആയതുകൊണ്ടാട്ടോ. നമ്മളെ ഫോണിൽ നിന്നാണെങ്കിൽ നേരെ ജിമെയിലേക്ക് പോകും. നേരെ
ജിമെയിൽ കോൺഫിഗറേഷൻ ചെയ്യാം. ജിമെയിൽ നമ്മളെ ഇമെയിൽ വെച്ചിട്ട് ബാക്കിയുള്ള കണ്ടന്റ് ടെക്സ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ട പോവാ. അതേപോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വെബ്സൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ കൊടുത്തല്ലോ. ഇവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് പോകും. അപ്പൊ ഈ ഓക്കെ അല്ലേ? അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ പ്രൊഫൈല്, പേഴ്സണൽ ബിസിനസ് കാർഡും അല്ലെങ്കിൽ ബിസിനസിന്റെ കാർഡും അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊഫൈലിന്റെ കാർഡും നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡിസൈൻ മാത്രമല്ല, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട ഡിസൈനിൽ എന്ത് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്ക് അതിൽ വരുന്ന സംഭവമാണ് സോഷ്യൽ മീഡിയാസിനുള്ള ഇമേജസ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ക്രിയേറ്റീവ് ഡിസൈൻ ഉണ്ടാവും. അതല്ലെങ്കിൽ ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഉണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫോർ യു. ഇത് ഈ ഫോർ യു എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചതൊക്കെ കേട്ടോ, ചെയ്തു വെച്ച ഡിസൈൻസ് ആണ്. ഡോക്സ് പറഞ്ഞാൽ ഡോക്യുമെന്റ് ആണ്. അതായത് വേർഡ് ഡോക്യുമെന്റിൽ പ്രസന്റേഷൻ, PPT ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ചെയ്യാനുള്ള ഡിസൈൻ. വൈറ്റ് ബോർഡ് പറഞ്ഞാല് നമുക്ക് ജസ്റ്റ് എഴുതികാണ്ട് എന്ത് ചെയ്യാം, വരച്ചുകാണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബോർഡാണ്. പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ PPT ആണ്. സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത്. സോഷ്യൽ മീഡിയ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഏത് സോഷ്യൽ മീഡിയയിലേക്കാണ് നമുക്കിത് വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാം നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരുപാട് മോഡൽസ് ഇവിടെ കാണാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ ഇത് നമ്മൾ മുമ്പ് ചെയ്ത പോസ്റ്റേഴ്സ് ആണ്. ചെയ്യാത്തതാണെങ്കിൽ ഇവിടെ ഇൻസ്റ്റഗ്രാം സ്ക്വയർ ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവും, ഇൻസ്റ്റഗ്രാം ആഡ് ഉണ്ടാവും, ഇൻസ്റ്റഗ്രാം റീൽസ്, അതുപോലെ തന്നെ അങ്ങനെ ഇൻസ്റ്റഗ്രാമിന്റെ ഓരോ കാറ്റഗറി ഉണ്ടാവും. ഇപ്പൊ ഇൻസ്റ്റഗ്രാം സ്ക്വയർ ഇമേജ് സാധാരണ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഡിസൈൻസ് ആണ്. അപ്പൊ അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട ടെംപ്ലേറ്റ്സ് ആണ് വേണ്ടത് നമ്മൾ ഇവിടെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാം. ഇതൊക്കെ മുമ്പേ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്തിട്ടാണ് ഈ രൂപത്തിലുള്ള പോസ്റ്റേഴ്സ് വന്നത് കേട്ടോ. നിങ്ങളെ ബിസിനസ് എന്താണ്, ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്ത് സെർച്ച് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ്. ഇപ്പൊ ഉദാഹരണം ട്രാവൽ, ഇപ്പോൾ ഷാരൂഖ് ഖാൻ ട്രാവൽ ബിസിനസ് അല്ലേ, അപ്പൊ ട്രാവൽ ബിസിനസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇമേജസ് കാണാൻ പറ്റും. കണ്ടോ? ട്രാവൽ ബുക്കിംഗ്, ട്രാവലുമായി ബന്ധപ്പെട്ട് ട്രാവൽ എന്നുള്ള ഒരുപാട് മോഡൽസ് കാണാൻ പറ്റും. ഇതൊക്കെ ട്രാവലുമായി ബന്ധപ്പെട്ടുള്ള ട്രാവൽസിന്റെ ആഡുകളാണ്. ഇതൊക്കെ നല്ല അടിപൊളി ക്രിയേറ്റീവ് ആഡുകളൊക്കെയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഡിസൈൻ കിട്ടും. ഇത് നമുക്ക് ഇത് കൊടുക്കുക. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വെബ്സൈറ്റ് മാറ്റിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് കൊടുക്കുക, ലോഗോസ് കാര്യങ്ങൾ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, സേവ് ചെയ്യുക. കൂടുതലൊന്നും ചെയ്യണ്ട, കാരണം ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഏത് കാറ്റഗറി ആണെങ്കിലും നമുക്ക് ഇവിടെ ആ കാറ്റഗറി ബേസ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇനി വേറെ ഏതെങ്കിലും കാറ്റഗറി ആണെങ്കിൽ ഇപ്പൊ ഇത് ഞാൻ ഫുഡ് ഐറ്റം, ഇപ്പോ ഷാരൂഖ് ഖാൻ ട്രാവൽസ്, ഇങ്ങനത്തെ ഇവന്റ്സ് അല്ല, മറ്റാണത് ഇവന്റ്സ് നോക്കി കഴിഞ്ഞാല് ഇവന്റ്സ് കമ്പനി എന്ന് സെർച്ച് ചെയ്തു. അപ്പൊ ഇവന്റ്സ് കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കുറെ പോസ്റ്റേഴ്സ് കാണാൻ പറ്റും. അതൊന്നും കൂടെ ക്ലാരിറ്റിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഇവന്റ്സ് എന്ന് കൊടുത്തത്. അപ്പൊ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇവന്റ് ആണെങ്കിൽ അങ്ങനത്തെ കിട്ടും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോ മെഗാവിറ്റ ശരിക്കും ന്യൂട്രീഷൻ ഫുഡ് അല്ലേ, ന്യൂട്രീഷൻ ഫുഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഉണ്ടാവും ഒരുപാട് ന്യൂട്രീഷൻ ഫുഡിന്റെ പല ടൈപ്പ് ആഡ്സും പോസ്റ്റേഴ്സും നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. സിമ്പിൾ ആയിട്ട് നമുക്ക് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ, അതിന്റെ ബെനിഫിറ്റ്, അങ്ങനത്തെ ഓരോ പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ്. ഇതിലിപ്പോ നമുക്ക് കാണാൻ പറ്റും പല കാറ്റഗറി ഇമേജ് ഉണ്ടാവും. ജസ്റ്റ് ഇതിലേക്ക് വലിച്ചിട്ടാൽ മതി.
ഇതിക്ക് ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് വേണ്ട ഇവിടെയൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ലോഗോ കൊടുക്കാം, നമ്മള് ഇൻസ്റ്റഗ്രാമിന്റെ ID കൊടുക്കാം. ഇതില് ഈ ഒരു ഇമേജ് ചെറിയ സ്ക്വയർ ആണ്, ഇത് പെയ്ഡ് ഇമേജ് ആണ്, ഇത് വാട്ടർമാർക്ക് ഉണ്ടാവും. ഈ വാട്ടർമാർക്ക് വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് മാറ്റിട്ട് വേറെ ഇമേജ് കൊടുക്കാം. കണ്ടന്റ് കാര്യങ്ങൾ കൊടുക്കാം, ഓർഡർ. ഇപ്പൊ നമ്മളെ ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഒരു ഫുഡ് പ്രൊഡക്റ്റിനെ ഇവിടെ ആഡ് ചെയ്യുക, അതിനെ പറ്റിയുള്ള ഒരു ക്യാപ്ഷന്, അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങൾ കൊടുക്കാം, ഓർഡർ ബട്ടൺ കൊടുക്കുക. ഇങ്ങനെ ഓരോ കാറ്റഗറി നമ്മളെ പ്രൊഡക്റ്റിന്റെ എന്ത് ചെയ്യുക, ഇതുപോലെ ഡിസൈൻ ചെയ്യാനും ഇതുപോലെ അതിന്റെ കണ്ടന്റ് കാര്യങ്ങൾ കൊടുക്കുക, നമ്മുടെ വെബ്സൈറ്റ് ID കൊടുക്കുക. ഇപ്പൊ മെഗാവിറ്റൊക്കെ പറ്റി ഏറ്റവും സിമ്പിൾ സംഭവമാണിത്. മെഗാവിറ്റ് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? നമ്മളെ ഓരോ പ്രൊഡക്റ്റിന്റെ ഫോട്ടോഗ്രാഫ് ഓൾറെഡി നമ്മുടെ അടുത്തുണ്ടാവും. ആ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോഗ്രാഫ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ആ ഇമേജിന്റെ ഡിസൈന് മാച്ച് ആയ കളർ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഒരു ക്യാപ്ഷൻ കൊടുക്കുക, ബെനിഫിറ്റ് കൊടുക്കുക, ഓർഡർ നാവുന്ന കൊടുക്കുക, നമ്മുടെ ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക, നമ്മുടെ ലോഗോ കൊടുക്കുക, ഇൻസ്റ്റാഗ്രാം കൊടുക്കുക. ഇതൊക്കെ മാറ്റി കൊടുക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട. അടിപൊളിയാ കാര്യം. അതേ രൂപത്തിൽ ഒരുപാട് ഉണ്ട്. ഞാൻ സാമ്പിൾ കാണിച്ചാണ്. ഇതേ രൂപത്തിൽ ഒരുപാട് നമുക്ക് കിട്ടും. ഇവിടെ വേറെ ഒന്നുണ്ട്, ടെംപ്ലേറ്റ് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കളർ ഉണ്ടല്ലോ, ഈ കളറൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം, വ്യത്യസ്ത കളർ കോമ്പിനേഷൻ ആക്കാം മാച്ച് ചെയ്ത്. അപ്പൊ നിങ്ങളെ ഏതൊരാളെ ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ് ബന്ധപ്പെട്ടുള്ള നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എന്ത് ചെയ്യും, ഡിസൈൻസ് നമുക്ക് കിട്ടും. ഇവിടെ സ്റ്റൈൽ എന്നുള്ള അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ടാവും. പല കളർക്ക് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും. പല കളറിലേക്ക് മാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഹോം എടുത്ത് നോക്കി കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ, ഞാൻ ഇത് പോസ്റ്റാണ് കൊടുത്തത്. ഇനിയിപ്പോ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് സ്റ്റോറി, ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട് കേട്ടോ. പിന്നെ ഡിസൈൻ ഇവിടെ തന്നെ കൊടുക്കാം. ഇപ്പൊ ഇതിൽ ഉള്ള വേറെ ഓപ്ഷനാണ് ട്രൈ ടൈപ്പ്. അതായത് ഒരു AI ഉണ്ട് ഇതിൽ. ഈ ക്യാൻവക്ക് ഒരു AI ടൂൾസ് ഉണ്ട്. അപ്പൊ ഇവര് പറയുന്നത് നമുക്ക് എന്താ വേണം എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി. ഇൻസ്റ്റഗ്രാം സ്റ്റോറി വേണ്ട, റീൽസ്, ട്രാവൽ കമ്പനി. ക്രിയേറ്റ് ട്രാവലിംഗ് ഇൻസ്റ്റഗ്രാം റീൽസ് ഫോർ ട്രാവലിംഗ് കമ്പനി. ട്രാവലിംഗ് കമ്പനിക്കുള്ള ഒരു ഇൻസ്റ്റഗ്രാം ട്രാവൽ ഏജൻസിക്കുള്ള ഒരു സംഭവം വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പറയാം. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു AI ഉണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, നമ്മൾ ട്രാവലിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനമുണ്ട്, ഡിസേർട്ട് സഫാരി. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നെ കുറെ സംഭവങ്ങളുണ്ട് ഇതിൽ. കുറെ സാമ്പിൾസും കാണിച്ചു തരും. ഇതിപ്പോ ട്രാവലിംഗ് കമ്പനിക്കുള്ള റീൽസ് ഇടാൻ പറ്റിയ കണ്ടന്റ് ആയിരിക്കും. അപ്പൊ അതിന് മാച്ച് ചെയ്ത് കണ്ടന്റ്. ഇതൊക്കെ ഇതിലൊരു ആനിമേഷൻ്റെ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയാണ്. ഇതിപ്പോ ട്രാവൽ ടു ദുബായ്, അതിലെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു റീൽസ് വീഡിയോ. ഇതൊക്കെ ജസ്റ്റ് നമ്മളെ ലോഗോ ആഡ് ചെയ്തിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമ്മളെ കണ്ടന്റ് ലോഗോ കാര്യങ്ങൾ ആഡ് ചെയ്യുക, നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക, അത്രേ വരുന്നുള്ളൂ. ഇതൊക്കെ ഓരോ ട്രിപ്പിന്റെ നമ്മൾ ട്രാവലിങ്ങിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ സംഭവമാണ്. നിങ്ങളെ ബിസിനസ്സുമായി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തെ ഒരുപാട് മോഡൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വീഡിയോസ് ഓൾറെഡി നിങ്ങൾ എടുത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാറ്റിയിട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഇമേജസ് ഇതിപ്പോ സ്റ്റോറിയാണ് കൊടുത്തത്. ഈ സ്റ്റോറി മാത്രമല്ലാതെ തന്നെ ഇതിൽ കുറെ മോഡൽസ് ഉണ്ടാവും. Day 1, Day 2, Day 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്കേജ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തിയാൽ മതി. ഇനി നിങ്ങളെ ഓൺ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് മാറ്റി കൊടുക്കുക. നമ്മളെ വീഡിയോസ് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതും കൂടെ അടിപൊളിയായി ക്രിയേറ്റീവ് സാധനമായി ചെയ്യാൻ പറ്റും.
അത് നമുക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണമെങ്കിലൊക്കെ ഇതിൽ എന്ത് ചെയ്യുക, പല മോഡൽ സ്റ്റോറീസും ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് സൺഡേ ഓഫ് ആണ്, ബാക്കിയുള്ള എല്ലാ ദിവസവും വർക്കിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഡേറ്റും കാര്യം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്റ്റോറി കാര്യങ്ങൾ കയറിക്കോളും. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നിൽക്കണം, ലൈവ് ആയിട്ട് നിൽക്കണം. എന്നാല് നമ്മളെ അക്കൗണ്ടിൽ റീച്ചും കാര്യങ്ങളും കൂടുള്ളൂ. നിങ്ങൾ സ്റ്റോറി വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി കണ്ട ആളുകളെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് രണ്ട് ആളുകള് നിങ്ങളെ ഫോളോ ചെയ്യാത്തവർ വരെ കണ്ടിട്ടുണ്ടാവും. കാരണം അത് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ ആ രീതിക്ക് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കുള്ള കണ്ടന്റ് വേണം. അപ്പൊ ഏത് സ്റ്റോറി ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഇതിൽ നമുക്ക് പല മോഡൽസ് കിട്ടും. ഇതെന്ത് ചെയ്യുക, നമുക്ക് ഉപയോഗപ്പെടുത്തുക. ഉം. ഇനി ഇവിടെ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയാസ്, ഇതിപ്പോ നമ്മള് റീൽസ്, ഇനിയിപ്പോ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്, ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് കവർ ഇമേജ്, നമ്മുടെ ലോഗോന്റെ ബാക്കിൽ കൊടുക്കുന്ന ഇമേജ് ആട്ടോ. ഫേസ്ബുക്കിലുള്ള ആഡ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന് ക്ലിക്ക് ചെയ്യുക, യുവർ സ്റ്റോറീസ്, ടിക്ടോക്ക് വീഡിയോ, പിൻട്രസ്റ്റ്, ലിങ്ക്ഡിൻ വീഡിയോ, സോഷ്യൽ അനിമേറ്റഡ് സോഷ്യൽ മീഡിയ, അങ്ങനെ പല ടൈപ്പ് സോഷ്യൽ മീഡിയാസിന്റെ പോസ്റ്റേഴ്സും കാര്യമുണ്ട്. ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റേഴ്സ് കാണും. റേഞ്ച് കുറവുണ്ടോ? നെറ്റ് സ്ലോ ഉണ്ടോ? ഇത് ഇവിടെ കാണാൻ പറ്റും. ഇത് ട്രാവലിംഗിന്റെ ആണ്. ട്രാവലിംഗിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ്. ഇതൊക്കെ ട്രാവലിംഗിന്റെ, സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസി, ഫുഡിന്റെ, ഹോം ഫോർ സെയിൽ, അങ്ങനെ ഒരുപാട് കാറ്റഗറി സോഷ്യൽ മീഡിയ ഇമേജസ്, അതുപോലെ സ്റ്റോറി, സ്റ്റാറ്റസ്, റീൽസ്. നിങ്ങൾക്ക് ഏത് കാറ്റഗറി വേണോ, നിങ്ങൾക്ക് ഒരു കാറ്റഗറി ഐറ്റം ഫുഡിന്റെ വേണോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സർവീസ് ബേസ് ചെയ്തിട്ടോ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടോ ആണെങ്കിലും അത് ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സാധനം കിട്ടും. അതിൽ നല്ലത് നോക്കുക, സെലക്ട് ചെയ്യുക, നമ്മളെ കണ്ടന്റ് ലോഗോസും കാര്യങ്ങളും മാറ്റി കൊടുക്കുക, അതിന് മാച്ച് ചെയ്ത കളർ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അത്രേ ചെയ്യേണ്ടതുള്ളൂ. സേവ് ചെയ്യുക. അത് ഇമേജ് ഫയലായിട്ടോ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഫയലായിട്ടോ സേവ് ചെയ്യുക, നമുക്ക് പോസ്റ്റ് ചെയ്യാം. നെറ്റ് കുറച്ച് സ്ലോ ഉണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ? റഹ്മാൻക, ഷാബു, ഷാജൻ. ഓ, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഈദ് ഒരു ഈദോ അങ്ങനെ സ്പെഷ്യൽ ഡേ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ നമ്മളെ ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ബിസിനസിന്റെ വെച്ചിട്ടൊക്കെ നമുക്കൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഇപ്പൊ ഇന്നിപ്പോ 25-ാം തീയതി റിപ്പബ്ലിക് ഡേ വരുന്നുണ്ട്. അപ്പോ ജസ്റ്റ് റിപ്പബ്ലിക് ഡേ സെർച്ച് ചെയ്ത് 2024 24 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് പോസ്റ്റേഴ്സ് ഡിസൈൻസ് വരും. ഇത് ജസ്റ്റ് പോവുക, നമ്മളെ ലോഗോ ആക്കി കൊടുക്കുക, കളറോ കാര്യങ്ങളോ ചേഞ്ച് ചെയ്യുക, സേവ് ചെയ്യുക. ഇത്ര നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. നെറ്റ് കുറച്ച് സ്ലോ ഉണ്ട്, ശരിയാക്കാം.
ഈ അഡോബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ക്യാൻവനെ പോലെ തന്നെ സെയിം ആയിട്ടുള്ള വേറെ സാധനമാണോ? നമ്മൾ ക്യാൻവ കാണിച്ചല്ലോ, ഇതേ രൂപത്തിൽ PDF, അതുപോലെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്, ഫ്ലയേഴ്സ്, ഇൻസ്റ്റഗ്രാം സ്റ്റോറി, വീഡിയോസ് ഒക്കെ ചെയ്യുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിലും പെയ്ഡും ഉണ്ട്, പെയ്ഡ് അല്ലാത്തതുകൊണ്ട് കുറെ ഫ്രീ ആയതുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടിക്ടോക്ക് വീഡിയോ ഫ്ലയർ. ഹലോ, ഓഡിയബിൾ അല്ലേ? ഹലോ, ഓഡിബിൾ ആണ്, ഓഡിബിൾ ആണ്. ഓക്കെ. യെസ് അപ്പൊ ഈ യെസ്. അഡോബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. നമ്മളെ ക്യാൻവന്റെ സെയിം സാധനമാണ് ഇത്. അഡോബ് എന്ന് പറഞ്ഞ കമ്പനീന്റെ ആണെന്നുള്ളൂ. AI ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത സംഭവമാണ്. ഇതും ഇതേപോലെ നമുക്ക് ക്യാൻവ ഉപയോഗിക്കുന്ന അതേപോലെ തന്നെ ഉപയോഗിക്കട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവൻ അതേപോലെ തന്നെ ഇതിലും ഒരുപാട് ഫ്രീ ഇമേജസ്, സ്റ്റോറീസ്, റീൽസ് ഒക്കെ കിട്ടും. ഇതാണ് അക്കൗണ്ട്. ഇത് പ്രീമിയം ഉണ്ട്. പ്രീമിയം ആക്കിയില്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറെ ഇമേജസും കാര്യങ്ങളും ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ട്, സ്റ്റോറി ഉണ്ട്, ടിക്ടോക്ക് വീഡിയോ, ഫ്ലയർ, വീഡിയോസ്, ലോഗോ, ഫേസ്ബുക്ക് പോസ്റ്റ്, ഇൻസ്റ്റഗ്രാം റീൽസ്, പോസ്റ്റർ, തമ്പനിയില്, നമുക്ക് എന്താ വേണ്ടത് ഇതിലും കിട്ടും. ഞാൻ എന്ത് ചെയ്യണം, ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ടെംപ്ലേറ്റ് ക്ലിക്ക് സെർച്ച് ചെയ്യണം. ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇനി എന്ത് കാറ്റഗറിയാണ് വേണ്ടതെങ്കിൽ ഇതാണ്ടോ, റിപ്പബ്ലിക് ഡേ. ഇനിയിപ്പോ 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആണ്. അപ്പൊ അതിനുള്ള പോസ്റ്റേഴ്സിന്റെ മോഡൽസ് ആട്ടോ. അതാണ് സെർച്ച് ചെയ്യാം. ഇതിപ്പോ റിപ്പബ്ലിക് ഡേന്റെ ഒരു പോസ്റ്റർ ആണ്. ഇതേ രൂപത്തിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പൊ ക്യാൻവയിൽ നമുക്ക് എന്ത് ചെയ്യാം, (2024) നടച്ചു കഴിഞ്ഞാല് 2024 റിപ്പബ്ലിക് ഡേന്റെ പോസ്റ്റേഴ്സ് ആട്ടോ. ഇതോടെ മാജിക് ഡിസൈൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ AI ആണ്. അത് ഓട്ടോമാറ്റിക് നമ്മൾ കൊടുത്ത കണ്ടന്റ് വെച്ച് പോലെ തന്നെ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്ത് തരും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ ചിലതൊക്കെ നമുക്ക് പ്രീമിയം ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓട്ടോമാറ്റിക് പോലെ എന്ത് ചെയ്തു, 74th റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റേഴ്സ്. ഇവിടെ നമുക്ക് ഒരുപാട് മോഡൽസ് കാണാൻ പറ്റും റിപ്പബ്ലിക് ഡേന്റെ. ഇതിൽ നമുക്ക് വേണ്ടത് നമുക്ക് എടുക്കുക, നമ്മളെ ലോഗോ കയറ്റി കൊടുക്കുക, നമ്മളെ ലോഗോ ആക്കി കൊടുക്കുക, ലോഗോക്ക് അനുസരിച്ച് കളറും മാച്ച് ആക്കി കൊടുക്കുക, സേവ് ചെയ്യുക. ഇത്ര പണിയുള്ളൂ. വേറെ ഒന്നും കാര്യമായിട്ട് റിസ്ക് ഉണ്ടാവില്ല. സിമ്പിൾ ആയിക്കാണ്. നമുക്ക് ഏത് സ്പെഷ്യൽ ഡേ വന്നു കഴിഞ്ഞാലും അതിന് പറ്റിയ ഈ ഡിസൈനും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. 74-ാമത്തെ റിപ്പബ്ലിക് അല്ലേ. ഇതിപ്പോ ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. പോസ്റ്റർ എടുക്കുക. ഇവിടെ നമുക്ക് കാറ്റഗറി ഉണ്ട്. ഇത് മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സോഷ്യൽ മീഡിയ കൊടുത്തിട്ട് ബിസിനസ്, ഇവിടെ സോഷ്യൽ മീഡിയ കൊടുത്തിട്ട് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് കണക്കായ സൈസിലുള്ള ഇമേജ് കാണിക്കൂട്ടോ. ജസ്റ്റ് ഇപ്പൊ എന്ത് ചെയ്തു, ഒരു ക്ലിക്ക് ഇമേജ് ഞാൻ ജസ്റ്റ് എടുത്തു, ക്ലിക്ക് ചെയ്തു.
ഈ ഒരുപാട് മോഡൽസ് ഉണ്ടെങ്കിൽ മോഡൽസിനനുസരിച്ച് മാറ്റം വരുത്തണം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വരുത്താനൊക്കെ പറ്റൂട്ടോ. എന്നിട്ട് ഇവിടെ കണ്ടന്റ് ഉണ്ടാവും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ ലോഗോ ഒന്ന് മാറ്റിയിട്ട് നമ്മളൊരു ലോഗോ എന്തെങ്കിലും ഇവിടെ കൊടുക്കുക. ഞാൻ ഓക്സ്റൂന് വേണ്ടിയുള്ള ഒരു റിപ്പബ്ലിക് ഡേ പോസ്റ്റർ ആണ് ചെയ്യേണ്ടത്. ജസ്റ്റ് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഓക്സ്റൂ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങൾ ലോഗോ കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ലോഗോ. ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊന്ന് വൈറ്റ് ആക്കി. ഇപ്പൊ എന്ത് ചെയ്തു, സിമ്പിൾ ആയിട്ട് ഒരു ഇന്ത്യ ഹാപ്പി റിപ്പബ്ലിക് ഡേ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തു. ഇതിപ്പോ ഓൾറെഡി ടെംപ്ലേറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ലോഗോ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മളെ ഈ ലോഗോന്റെ കളറിന് മാച്ച് ചെയ്തുകൊണ്ട് ഒന്ന് കൊടുത്തു. ഇത്ര ചെയ്യേണ്ടുള്ളൂ. ജസ്റ്റ് സെറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് എന്നുണ്ടാവും, ഡൗൺലോഡ് കൊടുക്കുക. PNG എന്നുണ്ടാവും, JPG എന്നുണ്ടാവും. നമുക്ക് ഏതാണ് ഫോർമാറ്റ് വേണ്ടെങ്കിൽ അത് കൊടുക്കുക. JPG PNG ഏതും പറ്റും. ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് ഇപ്പൊ എന്ത് ചെയ്തു, ഡൗൺലോഡായി. ഇത്രയേ ഉള്ളൂ ഒരു ഡിസൈൻ ചെയ്യാൻ കാൻവയിൽ. ഇതേപോലെ തന്നെ നമുക്ക് അഡോബിൽ എന്ത് ചെയ്യാൻ പറ്റും. അഡോബിൽ ഇതേ രൂപത്തിൽ ഡിസൈൻസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ടെംപ്ലേറ്റ്സ് ഇതൊക്കെ റിപ്പബ്ലിക് ഡേന്റെ ആണ്. ഒരുപാട് മോഡൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ആനിമേഷൻ ടൈപ്പുള്ള മോഡൽസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഏതും എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. സെർച്ച് ബിസിനസ് റിലേറ്റ് ചെയ്തുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ബിസിനസ് നടച്ചു, അതുമായി റിലേറ്റ് ചെയ്ത പോസ്റ്റേഴ്സ്, വീഡിയോസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. മ്യൂസിക് വരെ ഉണ്ട്. ഇതിൽ നമുക്ക് വേണ്ട ഡിസൈൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, നമ്മളെ ലോഗോസും കാര്യങ്ങളും ആഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്നുള്ള സെർച്ച് ചെയ്യാണ്. കുറച്ച് ടെംപ്ലേറ്റ്സ് ഇവിടെ കണ്ടിരുന്നു, കാണാൻ പറ്റും.
ഒരുപാട് ഡിസൈൻസ് വോയിസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിസൈൻസ് ആട്ടോ അതൊക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുക, അതിൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആക്കി കൊടുക്കുക, സേവ് ചെയ്യുക. ഇത്രയാണ് ഇതിൽ വരുന്നുള്ളൂ. ഞാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ഇമേജ് കൊടുത്തു. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് സെഷന്റെ ഒരു സാമ്പിൾ ആട്ടോ. ഇതിലെന്ത് ചെയ്യുക, ഇതിപ്പോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഇമേജിലോടുത്ത് നമ്മളെ ഇമേജ് മാറ്റി കൊടുക്കുക. അതുപോലെ ഇവിടെ എന്തെങ്കിലും പേര് ചേഞ്ച് ചെയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതോടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കുറെ മോഡൽസ് കാണാൻ പറ്റും. ആ ഡിസൈൻക്കൊക്കെ മാറ്റാൻ പറ്റും. ഇത് ക്യാൻവ അല്ല, അത് അഡോബിന്റെ എക്സ്പ്രസ് ആണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ഡിസൈൻ മാറ്റങ്ങളും കാര്യങ്ങളും ഇതിൽ ഉണ്ടാവും കേട്ടോ. ഡിജിറ്റൽ നമ്മള് മീഡിയ സോഷ്യൽ മീഡിയ മാസ്റ്ററി. ഇനിയിപ്പോ ഡേറ്റ് 20-ാം തീയതി. നമ്മളിപ്പോ എന്താ ഡേറ്റ്, ഇനിയിപ്പോ നാളല്ലേ, നാളെ ഫ്രൈഡേ. ഫ്രൈഡേ ഫ്രൈഡേ 26. ഇവിടെ നമ്മളിവിടെ കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ കുറെ മോഡൽസ് ഉണ്ടാവും കേട്ടോ. നമ്മള് അതിന് മാച്ച് ചെയ്ത് അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രൈഡേ 26 ടൈം 7 AM. ഇതിപ്പോ നമ്മളെ സോഷ്യൽ മീഡിയ മാസ്റ്ററി ഫ്രൈഡേ 26-ാം തീയതി. അതിന്റെ നെയിം, ടൈം, രജിസ്റ്റർ ഉണ്ടാവും എന്നുള്ള ഒരു ബട്ടൺ. ഈ രജിസ്റ്റർ ഉണ്ടാവും എന്നുള്ള ബട്ടൺ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വാട്സപ്പിന്റെ നമ്മളെ ട്രെയിനിങ്ങിന്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാ, സെറ്റ് ആക്കാൻ പറ്റും. രജിസ്റ്റർ ഉണ്ടാവും. ഷാഡോ ഷേപ്പ് ലിങ്ക് ചെയ്യാതെ നിങ്ങൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുക.
ജസ്റ്റ് ക്ലിക്ക് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു ആ ഇമേജ്, സോറി, ഈ ഇമേജ് മാറ്റി കൊടുക്കണം അല്ലെ. ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അപ്ലോഡ് യുവർ സ്റ്റഫ്. ഓക്കെ ഓക്കെ. ഇതിൽ നമുക്ക് ഡിസൈൻസ്, കാര്യങ്ങൾ, ലോഗോസ്, കളറ്, പാറ്റേൺ ഒക്കെ മാറ്റാൻ പറ്റും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരുവിധം നമുക്ക് മാക്സിമം ചെയ്യുക. പ്രീമിയം ആക്കി കഴിഞ്ഞാൽ ഫുൾ നമുക്ക് മാറ്റങ്ങളും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ഇതിലൊരു ഇമേജും കൂടെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോ ജസ്റ്റ് ഇമേജസ് എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ സാറേ ഇതിലേ yes. ആ നമ്മളിപ്പോ വാട്സപ്പ് ഒക്കെ ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ആ വാട്സപ്പ് ഒക്കെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് JPG ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടില്ലല്ലോ. JPG കിട്ടില്ല, PDF ആവുമ്പോഴേ നമുക്ക് ലിങ്ക് കിട്ടുള്ളൂ. ലിങ്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ലിങ്ക് ചെയ്ത ആ ഒരു ബിസിനസ് കാർഡ് ആണെങ്കിൽ അത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മറ്റുള്ളവർക്ക് അയക്കാനോ അല്ലെങ്കിൽ നമ്മള് ഫേസ്ബുക്കിലോ മറ്റോ അപ്ലോഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വാട്സപ്പിലേക്ക് പോകും എന്നല്ലേ? പക്ഷെ നമുക്ക് എന്താ ഫേസ്ബുക്കിൽ ഇതിലൊന്നും PDF അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. PDF ആയിട്ട് നമ്മൾ ബിസിനസ് കാർഡ് സേവ് ചെയ്യേണ്ട വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാനാണ്. ഇപ്പൊ നിങ്ങൾ കുറച്ച് ആളുകൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ മുമ്പ് നമ്മൾ വിസിറ്റിംഗ് കാർഡ് കൊടുത്തിരുന്നു, ഇപ്പൊ അതിന്റെ ഡിജിറ്റൽ സിസ്റ്റം ആണ് ഡിജിറ്റൽ ബിസിനസ് കാർഡ്. അത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക, അത് ഒരു PDF അയച്ചു കൊടുക്കുക. അപ്പൊ അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും അതിന് ഡയറക്റ്റ് അവർക്ക് ക്ലിക്ക് ചെയ്യാനും പറ്റും. മറ്റുള്ളവർക്ക് ഇതേപോലെ ലിങ്ക് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അതെ അതെ ഓക്കെ. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. അതെ അതെ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, JPG ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാറ്. അതെ അതെ. PDF അല്ല. വാട്സപ്പിൽ അയക്കുമ്പോ ഇമേജ് ഫയൽ ആകുമ്പോ അതിന് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടൂല, പ്രയാസമാകും. അപ്പോ കിട്ടൂല. ജസ്റ്റ് ഇമേജ് PDF ആവുമ്പോ നമുക്കത് കിട്ടും. PDF ആയിട്ട് PDF ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് നമ്മളെ ഇതില് നമ്മൾ റീച്ച് ചെയ്യാൻ പറ്റും അല്ലെ? അതെ അതെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ. ഈ ഇമേജ് ഞാൻ അവിടെ മാറ്റിയിട്ട് എൻ്റെ ഒരു ഇമേജ് കൊടുക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ചാല് എന്താ പെയ്ഡ് ആണ്. അഡോബിന്റെ PDF ഡൗൺലോഡ് ചെയ്യണ പ്രീമിയം വേണ്ടി വരും, അല്ലെ? പ്രീമിയത്തിന്റെ ആഡ് ആയിട്ടുണ്ടാവില്ല അല്ലെ? ഇതെന്താ വെച്ചാല് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പ്രീമിയം ആക്കണമെന്നാ പറയുന്നത് അഡോബിന്റെ. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ക്യാൻവ അഡോബ് ആയാലും മറ്റേ നമ്മുടെ ക്യാൻവ ആയാലും PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന ഹൈ റെസൊല്യൂഷൻ ഇമേജ് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രീമിയം തന്നെ വേണം എന്നുള്ളൊരു ഇതാണ് അതിൽ വരുന്നത്. പക്ഷെ ക്യാൻവയിൽ അത്ര വലിയ പ്രീമിയം എടുത്തോണ്ട് ക്യാൻവയില് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഇതൊക്കെ കിട്ടും. അതിനേക്കാളും അപ്പുറത്തേക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പേടിയല്ലോ. പക്ഷെ അഡോബിന്റെ ഒക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാല് ഒട്ടുമിക്ക ഇതിനും റെസ്ട്രിക്ഷൻ ഉണ്ടാവും. പെയ്ഡ് ആക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ക്യാൻവ ആദ്യത്തില് കുറച്ച് പ്രശ്നമായിരുന്നു, ഇപ്പൊ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആക്കി. അതെ, ഇപ്പൊ ഒരുപാട് ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ക്യാൻവ പ്രീമിയം ആക്കിയതാണ്, കുറച്ച് നാൾ ഉപയോഗിച്ചാണ്, പിന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരുപാട് ഇതേപോലെ ഉണ്ടാക്കിയിരുന്നു. ലിങ്കിങ്ങിന്റെ ഞാനിപ്പോ സാറ് പറഞ്ഞപ്പോഴാണ് അതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഈ കാണുന്നതുണ്ടോ, അതൊക്കെ ഇപ്പൊ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്ന ഇതിലിപ്പോ ഇതൊക്കെ ഫ്രീ ആ. ഈ ഫസ്റ്റ് കാണുന്നത് ഇതൊക്കെ ഫ്രീ ആണ്. ഇത് പെയ്ഡ് ഉണ്ട്, ഇതൊരു പെയ്ഡ് എലമെന്റ് ഉണ്ട്, കാരണം കുറച്ച് ഡിസൈനിങ് ഉണ്ട് ഇതിലുണ്ട്. ബാക്കി ഇതൊക്കെ ഫ്രീ ആണ്. ഇത് പ്രോ ആണ്. ഇപ്പൊ ഇതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മളെ ലോഗോയും കയറ്റി ആ കളറിന് മാച്ചാക്കി ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ സാധാരണ മിനിമം ഒരു 300-400 രൂപ ഒക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്യുന്ന പോസ്റ്റർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ ലാഭിക്കാൻ പറ്റുന്നത്. ഇതും അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് നല്ല ഡിസൈൻസ്
ആ ഡിസൈൻസ് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മളെ ലോഗോ വെച്ച് സെറ്റ് ചെയ്യുക, അങ്ങനെയും പറ്റും. ഇവിടെ ഓക്കെ. ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് പല രീതിയിൽ സെലിബ്രേഷൻ, കളർഫുൾ, മിനിമല്, ബോൾഡ്. നമ്മൾ ഏത് മോഡലൊക്കെ ആണെങ്കിൽ അത് ആ മോഡൽ കാണിച്ചു കൊടുത്താൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുക, അത് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാം. ഹലോ, ഓഡിയബിൾ അല്ലേ? ഓഡിബിൾ ആണ്, audible ആണ്. അതേ രൂപത്തിൽ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ്, റീൽസ് പറഞ്ഞു, അതേ രൂപത്തിൽ തന്നെ ഇവിടെ കാണാം. റീൽസ് സെപ്പറേറ്റ് ഉണ്ട്, സ്റ്റോറി ഉണ്ട്, ഫേസ്ബുക്ക് ആഡ്സ്, സ്റ്റോറി, ടിക്ടോക്ക് വീഡിയോ, അങ്ങനെ പല കാറ്റഗറി ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട് കിട്ടും. ഇനി മറ്റ് ഇതിപ്പോ സ്റ്റോറിയാണ്. ഇപ്പൊ നമുക്ക് ഇൻസ്റ്റാഗ്രാമിക്ക് സ്റ്റോറി ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഡിസൈനിക്ക് മാറ്റുക, നമ്മളെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. കോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പല മോഡൽ സ്റ്റോറീസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ രീതിക്കുള്ള സ്റ്റോറീസും കാര്യങ്ങളും വെക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അതാക്കി കൊടുക്കാം. അതുപോലെ നമ്മളെ പ്രൊഡക്റ്റോ നമ്മുടെ സർവീസോ ആക്കി കൊടുക്കാം, എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ്. ഇതിപ്പോ ഇതിലൊക്കെ ശരിക്കും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ അഭിപ്രായത്തിൽ മിനിമം ഒരു 10 പോസ്റ്റേഴ്സോ 10 സ്റ്റോറിയോ നമുക്ക് സേവ് ചെയ്തേക്കാൻ പറ്റും. ഇത് 10 ദിവസം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം ഓട്ടോമാറ്റിക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നമ്മുടെ സ്റ്റോറി കയറി. കൂടുതൽ സമയമൊന്നും ഇതിന് സ്പെൻഡ് ചെയ്യണമെന്നില്ല. ഒരുപാട് സ്റ്റോറീസ് ഉണ്ടാവും, പല ഡിസൈനില്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, നമ്മളെ ലോഗോ ഡിസൈൻ കയറ്റുക, അതിന്റെ വേറെ മോഡൽസ് ആയി തന്നെ സെലക്ട് ചെയ്യുക, കണ്ടന്റ് മാറ്റി കൊടുക്കുക, സേവ് ചെയ്യാം. ഇനി ഇതേ രൂപത്തിൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്റ് ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഓഫീസിക്ക് ഒരു ഡോക്യുമെന്റ്സ് എന്തെങ്കിലും വേണ്ടി വരും. ഇപ്പൊ പെട്ടെന്ന് ഏതെങ്കിലും ക്ലയൻസിനോ അല്ലെങ്കിൽ വേറെ ടീമിനെ പ്രപ്പോസൽ കൊടുക്കാന്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കാന്, ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ നമുക്ക് ഇതിലുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞ കാറ്റഗറി പോയി കഴിഞ്ഞാൽ ഡോക്യുമെന്റ്, ഇവിടെ വേർഡ് ഡോക്യുമെന്റും ചെയ്യാൻ പറ്റും, പ്രസന്റേഷൻ ടൈപ്പ് ഉണ്ടല്ലോ PPT, ഈ പ്രസന്റേഷൻ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ വൈറ്റ് ബോർഡ് ഉണ്ട്, ബിസിനസ് കാർഡ് നമ്മൾ പറഞ്ഞു, ഫ്ലയർ ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രോട്ടോടൈപ്പ്, മൈൻഡ് മാപ്പ്, വെബ്സൈറ്റ്. ഇതിപ്പോ ഞാൻ കൊടുത്തത് ഒരു ഡോക്യുമെന്റ് ആണ്, ഡോക്യുമെന്റുകളാണ്. അപ്പൊ നമുക്ക് പല ലെറ്റർ ആയിട്ടും, അതുപോലെ പ്രൊജക്ട് പ്ലാന്, ന്യൂസ് ലെറ്റേഴ്സ്, പ്രൊജക്ട് ഇവന്റ് ടൈറ്റില്, സ്റ്റാറ്റസ് റിപ്പോർട്ട്, ഇങ്ങനത്തെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള പല ടൈപ്പ് ഡോക്യുമെന്റ്സുകൾ ഉണ്ടാവും. അത് ഓൾറെഡി ഇതിൽ ഡിസൈൻ ഉണ്ട്. നമുക്കൊരു പ്രൊജക്ട് റിപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് പ്രൊജക്ട് റിപ്പോർട്ട് സെർച്ച് ചെയ്യാണ്. ഇതാണ്ടോ, 4 പേജ്, 4 പേജ്. നമുക്ക് എത്ര പേജ് വേണ്ടതെങ്കിൽ അതിന് മാച്ചായ ഒരുപാട് റിപ്പോർട്ട് ഉണ്ടാവും. അതിന്റെ ഓരോ പേജും ഓരോ ഡിസൈൻസ് ആകാം. അപ്പൊ നമുക്ക് ഇത് സെലക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, നമ്മുടെ പ്രൊജക്റ്റിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെന്റ് ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ പ്രൊജക്ട് ഇവാലുവേഷൻ റിപ്പോർട്ട്, പ്രൊജക്ട് റിപ്പോർട്ട് കമ്പനി, ആനുവൽ റിപ്പോർട്ട്, അങ്ങനെ പല രീതിയിൽ റിപ്പോർട്ട്സും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം, ഡിസൈൻ ചെയ്യാം. ഇതൊക്കെ തന്നെ ഇടാം, ഒരുപാട് ഡിസൈൻസ് ഉണ്ടാവും. ഈ പ്രസന്റേഷൻ ടൈപ്പുള്ള ഡിസൈൻ ആണെങ്കിൽ ആ രീതിക്കുള്ളതുണ്ട്, പോർട്രേറ്റ് മോഡലുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് റിപ്പോർട്ട് എടുത്തു, അത് ഓപ്പൺ ചെയ്താൽ അതിന്റെ വേറെ കുറെ മോഡൽസ്, പല മോഡൽസ് ഇവിടെ കാണിക്കട്ടോ. ആ ഒരു കാറ്റഗറി പെട്ട് സോഷ്യൽ മീഡിയ റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. സോഷ്യൽ മീഡിയ റിപ്പോർട്ട് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മന്ത്ലി റിപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടാണ്. അതേപോലെ ബിസിനസിന്റെ മാർക്കറ്റ് റിസർച്ച് റിപ്പോർട്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഞാൻ ജസ്റ്റ് സോഷ്യൽ മീഡിയ റിപ്പോർട്ട് എടുത്തു, അതില് വരുന്ന പേജസ് ആണ് ഈ കാണുന്നത് കേട്ടോ.
അതിന്റെ വേറെ കുറെ മോഡൽസ് കൂടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് അത് കൊടുത്ത് കസ്റ്റമൈസ് കൊടുത്തു. നമുക്ക് കാണാൻ പറ്റും, ഓരോ പേജസ് കാണാൻ പറ്റും. ഈ ഓരോ പേജസും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എടുത്തിട്ട് ഇവിടൊക്കെ ഡിസൈൻ ചെയ്യാം. നമ്മളെ കണ്ടന്റും കാര്യങ്ങളും എങ്ങനെയാണോ എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഇമേജ് വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഇമേജ് കൊടുക്കാം. അതിന്റെ കണ്ടന്റ് ഇതൊക്കെ സാമ്പിൾ കണ്ടന്റ് ആണ്. ഇത് മാറ്റിയിട്ട് നമ്മളെ ബിസിനസ്സുമായി നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട കണ്ടന്റ്, അതിന്റെ ഗ്രാഫുകൾ, ഏജ് ഗ്രൂപ്പ്, ജെൻഡർ ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര പെർസെന്റേജ് ആണെന്ന് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. അപ്പൊ ഇവിടെ നമുക്ക് എത്ര കൗണ്ട് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഗ്രാഫ് ആയിട്ട് ഇവിടെ വരും. അങ്ങനെ കംപ്ലീറ്റ് അടിപൊളി സാധനമാണ്. ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് ഇതിന് ഡിസൈൻ ചെയ്യാം. അതുപോലെ PPT ഒക്കെ, പ്രസന്റേഷൻ ഒക്കെ, പല ആനിമേഷനും മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് പല രീതിയിൽ പ്രസന്റേഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഗ്രാഫുകള്, ഇപ്പോ ചാർട്ട് കാര്യങ്ങൾ, ഇതൊക്കെ ഒരു അനക്കമുള്ള, അതായത് അതിന് കറക്റ്റ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഇതിന്റെ ഗ്രാഫും കാര്യങ്ങളും റിസൾട്ട് കറക്റ്റ് കാണിക്കും. ഓക്കെ, ഇതിനിടയിൽ ഒന്ന് കട്ടായി പോയല്ലേ? ഹലോ, ഓഡിയബിൾ അല്ലേ? ഹലോ, ഓഡിബിളാണ്. ഇടയ്ക്കിട്ട് കട്ടായി. കേൾക്കാം. ഓഡിബിളാണ്. ഇടയ്ക്കിട്ട് കട്ടായി പോകുന്നുണ്ടല്ലോ അല്ലേ? കട്ടായി പോകുന്നുണ്ട്. ഇത് കട്ടായതിന് ശേഷം ഞാൻ അറിയുന്നതാണ് പ്രശ്നം. ഞാൻ കുറച്ച് ക്ലാസ്സും പിന്നെ ഒരു അനക്കര നോക്കും. അത് കുറെ നേരമായി കട്ടായിട്ട്. ഇല്ല ഇല്ല ഇല്ല. ജസ്റ്റ് ഇപ്പൊ തന്നെ കട്ടായിട്ട് അപ്പൊ തന്നെ വന്നു. ഇത് നെറ്റ്വർക്കിന്റെ എന്തോ ഇഷ്യൂ ആണ്. ഫോണിലൊക്കെ കാര്യങ്ങളൊക്കെ നെറ്റൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്, എന്തോ ഇഷ്യൂ ഉണ്ട്. അപ്പോ ഇപ്പൊ ഡോക്യുമെന്റ് കാണിച്ചത് അതുണ്ടാവുമല്ലോ അല്ലെ? ഈ ഒരു ഫയൽ കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് കാര്യങ്ങള്. ഇതൊരു 10 പേജുള്ള റിപ്പോർട്ടാണ്. 10 പേജുള്ള റിപ്പോർട്ടാണിത്. അപ്പൊ ഇതിന്റെ താങ്ക്സ് ലാസ്റ്റ് പേജ് വരെയുള്ള ഓരോ ഘട്ടവും കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബ്രാൻഡിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതേ രൂപത്തിൽ ഒരുപാട് മോഡൽ ഉണ്ടാവും. ടേബിൾ ഓഫ് കണ്ടന്റ്, പല ടൈപ്പ് ഡിസൈൻസും കാര്യങ്ങളും ഉണ്ടാവും ഡോക്യുമെന്റ് ബേസ് ചെയ്തിട്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ രീതിക്ക് ഡിസൈൻ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ട പല ഡിസൈൻസും ഒരു എന്താ അഡോബ് പ്രീമിയം ആണെങ്കിൽ ഒന്ന് പെയ്ഡ് ചെയ്ത് ക്യാൻവ പ്രോ, അഡോബ് അല്ല സോറി, ക്യാൻവ പ്രോ എന്ന് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിന് മുതലാവും. നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യാൻ, ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യാൻ, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ, സ്റ്റോറീസ്, റീൽസ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യാനും നമുക്ക് മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. ഇത് വേറൊരു മോഡലാണ്. നെറ്റ് പ്രശ്നമുണ്ട്. ഇത് വേറൊരു ഡിസൈനാണ്. ഡോക്യുമെന്റിന്റെ ടേബിൾ ഓഫ് കണ്ടന്റ്, ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു, പിന്നെ ഇൻട്രൊഡക്ഷന്, മെസ്സേജ് ഫോർ അവർ ലീഡേഴ്സ്, പ്രയോറിറ്റി, പിന്നെ മെഷർമെന്റ്, ഡീറ്റെയിൽ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, റിപ്പോർട്ടും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് എഡിറ്റബിൾ ആട്ടോ. ഇപ്പൊ ഈ ഒരു ഗ്രാഫ് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. ഇവിടെ കൗണ്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ഇതിന്റെ ഔട്ടിൽ എന്ത് ചെയ്യും, റിസൾട്ട് വരും. ഞാൻ ഇവിടെ 10 കൊടുത്ത പണുണ്ടാവും, ഇത് മാറിയിട്ട് 10ക്ക് മാറി. ഹലോ, അപ്പൊ നമുക്ക് പല രീതിയിൽ നമ്മുടെ ഈ ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനീന്റെ ഡോക്യുമെന്റ് സൈഡ് കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഡിസൈൻ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും. നിങ്ങളെ ലോഗോസ്, കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ കൊടുത്ത് സേവ് ചെയ്യാം. ഓക്കെ ആണോ? മനസ്സിലായ സംഭവങ്ങള്? ഹലോ, മനസ്സിലാവുന്നുണ്ട്.
ഓക്കെ ഓക്കെ. 10:40 അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക അറിയോ? നിങ്ങൾ സോഷ്യൽ മീഡിയാസിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങള് ഡോക്യുമെന്റ് ഇനിയിപ്പോ ഇതേപോലെ തന്നെ പ്രസന്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ്, ആനിമേഷൻ ടൈപ്പ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ക്യാൻവയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഒരുപാട് ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കാം. ഓരോരുത്തര് നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യാം. ഒന്ന് ഡോക്യുമെന്റ്സിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. പല ടൈപ്പ് സൈസിലും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇന്നലെ പറഞ്ഞ രൂപത്തിലേ നിങ്ങൾ നിലവിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ട് കാര്യങ്ങള് ഒന്ന് എഡിറ്റ് ചെയ്ത് പ്രൊഫഷണൽ ആക്കുക. അപ്പൊ ചെയ്യാത്തവര് ഇന്ന് എന്തായാലും ചെയ്തിട്ട് ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ടിൽ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. രണ്ടാമത്തത്, ഈ ക്യാൻവ എടുത്തിട്ട് ഒരുപാട് ഓപ്ഷൻസും ഡിസൈൻസും ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട മോഡൽസും കാര്യങ്ങളും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഡിസൈൻ ചെയ്തിട്ട് ഒന്ന് സാമ്പിൾ അയച്ചു തരുള്ളൂ കേട്ടോ, നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ട രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോസ് ആണെങ്കിലും ഡോക്യുമെന്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഈ വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഈ ചെറിയ ചെറിയ എലമെന്റ് ഒക്കെ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഗ്രാഫ്, ചാർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ സൈറ്റ് മാപ്പ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം. ഹലോ, ഓഡിയബിൾ അല്ലേ? audible ആണോ? ഓക്കെ. ഈ ചാർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് വൈറ്റ് ബോർഡ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളിപ്പോ നമുക്ക് പ്രസന്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡിസൈൻ ചെയ്തേക്കാം. നമ്മള് ഓരോ കാറ്റഗറി ആക്കിയിട്ട് ഈ വൈറ്റ് ബോർഡ് എടുക്കുക. അവിടെ എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഓരോ കാറ്റഗറി. ഇങ്ങനെ ഡിസൈൻ ഇതിനാണ് വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞിട്ട് കുറെ മോഡൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. ബിസിനസ്സിന് വേണ്ട വൈറ്റ് ബോർഡ് കാര്യങ്ങൾ യൂസ് ചെയ്ത് അത് ഡിസൈനിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ PPT, നല്ല അടിപൊളി പ്രസന്റേഷൻ PPT നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് PPT ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രസന്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ട പ്രസന്റേഷൻ ഇതൊക്കെ ഉണ്ടാവും. ഓരോ ടൈപ്പ് പ്രസന്റേഷൻ ആണ്. നമുക്ക് എന്ത് ബന്ധപ്പെട്ടാണ് പ്രസന്റേഷൻ വേണ്ടതെന്ന് കൂടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ അത് റിലേറ്റ് ചെയ്തുള്ള പ്രസന്റേഷൻ കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് പ്രപ്പോസലൊക്കെ PPT ആയിട്ട് എഡിറ്റ് ചെയ്യാം. നമ്മളെ ലോഗോ, നമ്മളെ കണ്ടന്റ് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മളെ ലോഗോ ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക, പോസ്റ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് PPT എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. അപ്പൊ ഇത് ശരിക്കും 13 പേജ്. ഇത് അപ്ലൈ ഓൾ 13 പേജസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ PPT 13 പേജ് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പൊ ഓരോ പേജും ഓരോ ഡിസൈൻ ഉണ്ട്. അതിന് മാറ്റങ്ങൾ എഡിറ്റ് ഒക്കെ വരുത്തിയിട്ട് നമ്മളെ രീതിക്ക് എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുക. സെക്കൻഡ് പേജ് ടേബിൾ ഓഫ് കണ്ടന്റ് ആണ്. ഇത് നമുക്ക് നമ്മുടെ രീതിയിൽ മാറ്റി കൊടുക്കാം. ഓവർവ്യൂ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, ഇതൊക്കെ നമുക്ക് നമ്മളെ കണ്ടന്റും കാര്യം കൊടുത്ത് മാറ്റി കൊടുത്ത് നമ്മളെ ലോഗോന്റെ കളറൊക്കെ ഏതാണ് ആ കളറിന്റെ കോമ്പിനേഷൻ അനുസരിച്ചുള്ള തീംസ് ഇതിൽ ഉണ്ടാവും. ആ തീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഡിസൈൻ ചെയ്യുക. ഇതൊക്കെ ഒരുപാട് പ്ലാൻസ് ആണ്. PPT പ്രസന്റേഷന് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തിട്ട് ഇവിടെ പ്രസന്റ് എന്നുണ്ടാവും. ഇതിൽ ഫുൾ സ്ക്രീൻ പ്രസന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ലോഡാവണുണ്ടാവും. നെറ്റ് സ്ലോ ആയിട്ടാണ്. പ്രസന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ നമുക്ക് പ്രസന്റേഷൻ ആയിട്ട് PPT ആയിട്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ആണോ, കാണുന്നുണ്ടല്ലോ അല്ലേ? നെക്സ്റ്റ് അടിച്ചാൽ അതിങ്ങനെ ഓരോ PPT ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതേ രൂപത്തിൽ നിങ്ങളെ ബിസിനസിന്റെ ഡോക്യുമെന്റ്, പ്രസന്റേഷന്, സ്റ്റാഫ് മീറ്റിംഗ്, ഇങ്ങനത്തേനൊക്കെ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്ന വീഡിയോസ്. സോഷ്യൽ മീഡിയ നമ്മൾ പറഞ്ഞു. അതുപോലെ വീഡിയോസും ആണെങ്കിൽ ഇതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ആനിമേഷനും അതല്ലാത്തതൊക്കെ ആയിട്ടുള്ള വീഡിയോസ്. ഇതൊക്കെ അതുപോലെ ക്ലിക്ക് ചെയ്യുക. ഈ സേവ് ദ ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോ ഈ കല്യാണത്തിന്റെ ഒക്കെ നമ്മൾ പരിചയത്തിലൊക്കെ ആരെങ്കിലും, നമ്മളെ സ്റ്റാഫിന്റെ ഒക്കെ എന്തെങ്കിലും വെഡിങ്, ബർത്ത്ഡേ പ്രോഗ്രാം, ബർത്ത്ഡേ എന്തെങ്കിലും ഇവന്റ്, ആനിവേഴ്സറി ഒക്കെ ഉണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മോഡൽസ്, വീഡിയോസും ഇതുപോലത്തെ ആനിമേഷൻ സാധനമൊക്കെ കിട്ടും. അത് അവരെ നെയിമും കാര്യങ്ങളും ഡേറ്റ് ആക്കി കൊടുത്തിട്ട് ഒന്ന് സേവ് ചെയ്ത് അവർക്ക് ഇട്ട് കൊടുത്താൽ അവരും ഹാപ്പിയായി, ആളുകളിൽ എന്തുണ്ടാവും, ആ ഒരു ഇതുണ്ടാവും. അപ്പൊ ആ രീതിക്ക് നമുക്ക് പല രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ പ്രിന്റ് പ്രൊഡക്റ്റ്. ഈ പ്രിന്റ് പ്രൊഡക്റ്റിലാണ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ളത് കേട്ടോ. നമ്മളെ ഗിഫ്റ്റ് അതുപോലെ ഗിഫ്റ്റ് സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ പ്രിന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ കുറെ പ്രിന്റഡ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാനും ഇതിനൊക്കെ ഉപയോഗിക്കാനുള്ളത് പ്രിന്റഡ് ഡിസൈൻസ് ആണ് ഇതിൽ വരിക. പിന്നെ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് ആകുമ്പോൾ വെബ്സൈറ്റിന്റെ ഡിസൈൻസ് ഇവിടെ നമുക്ക് വെബ്സൈറ്റുകൾ ഒരുപാട് ഡിസൈൻസ് കാണാൻ പറ്റും. അത് നമ്മുടെ രീതിക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒരു വീഡിയോ രൂപത്തിൽ ആക്കിയെടുക്കാനും ആനിമേഷൻ ടൈപ്പ് വീഡിയോസ് രൂപത്തിലൊക്കെ ആക്കി മൊബൈൽ ആപ്ലിക്കേഷൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഒരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാൻ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാൻവ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത് ഡിസൈൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ടീമിന് കൊടുത്താൽ മതി. അപ്പൊ അവർ ഇതനുസരിച്ച് എന്ത് ചെയ്തോളൂ, ഡെവലപ്പ് ചെയ്തു. ഇതിപ്പോ ഒരു ഡിസൈനാണ്, 8 പേജുള്ള വെബ്സൈറ്റ് ഡിസൈൻ. അതാണ്ടോ, ഫസ്റ്റ് പേജ് കണക്ടേഴ്സ്, സർവീസ് ബി പ്രൊവൈഡഡ്, അവരെ സക്സസ്ഫുൾ ഡാറ്റ, സം അവർ സെയിം പ്രൊജക്ട്സ് ചെയ്ത പ്രൊജക്ട് ലാസ്റ്റ് കോണ്ടാക്ട്. ഇതിപ്പോ സിമ്പിൾ ആയിട്ട് സിംഗിൾ പേജ് വെബ്സൈറ്റ് ഡിസൈൻ ആണ്, ഒരു ആനിമേറ്റഡ് ഡിസൈൻ ആണ്. ഇതിപ്പോ നമ്മുടെ രീതിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് ഡിസൈനായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് വെബ്സൈറ്റിന്റെ ഡിസൈൻസ്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോസ്, ഇവന്റ്സ് വെബ്സൈറ്റ്, എഡ്യൂക്കേഷൻ, അങ്ങനെ പല കാറ്റഗറി ഇതിൽ തന്നെ വരുന്നുണ്ട് ബിസിനസ് വെബ്സൈറ്റിനൊക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ക്യാൻവയിൽ. അപ്പൊ ഇതൊക്കെ നിങ്ങളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും ഇന്ന് ഫ്രീ ആകുന്ന സമയത്ത്, എല്ലാവരും ഫ്രീ ആകുന്ന സമയത്ത് ഇതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ക്യാൻവ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്യുക. അപ്പൊ ക്യാൻവ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. ഈ ലോഗോ കാണാൻ പറ്റും. ഈ ക്യാൻവ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തേക്കാം. ഫോണിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് ഫ്രീ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആർക്കും ഇതുപോലെ എന്ത് ഡിസൈൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്കും നിങ്ങളെ ബിസിനസിന്റെ ഒക്കെ ഡിസൈൻ ചെയ്യുക. ഒരു ഗ്രാഫിക് ഡിസൈനർ വെച്ച് ഡിസൈൻ ചെയ്യുന്ന സംഭവം ശരിക്കും നമുക്ക് ഇവിടുന്ന് ആകെ 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ബുക്സിന്റെ കവർ ഡിസൈൻ ചെയ്യാൻ സെക്ഷനാണിത്. അപ്പൊ ഇവിടെ ഏതാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് അവിടെ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബുക്ക് കവറാണ്. അപ്പൊ അതിന്റെ കുറെ മോഡൽസ് കാണാൻ പറ്റും. ബുക്സിന്റെ കവറ്, ഗ്രാഫ്സ്, പല ടൈപ്പ് ഗ്രാഫുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോ മിക്സ് ചെയ്തിട്ട് കുറെ ഫോട്ടോസ് മിക്സ് ചെയ്ത് കൊടുത്ത കുറെ ഡിസൈൻസ്, കൊളേജ് ചെയ്ത ഫോട്ടോസ്, അതുപോലെ ഡാർക്ക് വാൾപേപ്പേഴ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇൻഫോഗ്രാഫിക്സ്, നമ്മള് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറഞ്ഞ ഇൻഫോഗ്രാഫിക്സ് ഒക്കെ ആക്കി കൊടുക്കുമല്ലോ. അപ്പൊ അതിന്റെ കുറെ ടെംപ്ലേറ്റ്സ് കാണാൻ പറ്റും.
അങ്ങനെ പല ടൈപ്പ് മൈൻഡ് മാപ്പിങ്ങിന്റെ കുറെ ഡിസൈൻസ് കാണാണ്. ബുക്ക് കവർ, ഗ്രാഫ്, മജീഷ്യൻ കവർ, സോറി മാഗസിൻ കവർ, മാഗസീന്റെ കവർ ഇമേജ് കാര്യങ്ങൾ, സൂം വിർച്വൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ നമ്മൾ സൂം മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ, കലണ്ടർ ക്രിയേറ്റ് ചെയ്യാൻ, പോസ്റ്റർ, ലാൻഡ്സ്കേപ്പില്, വർക്ക് ഷീറ്റ്, റിപ്പോർട്ട്സ്, അതുപോലെ പ്ലാനർ, കോമിക് സ്ട്രിപ്പ്, പ്രപ്പോസൽ ചെയ്യാൻ നമുക്ക് ക്ലയന്റിനൊക്കെ ഉള്ള പ്രപ്പോസല്, ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുന്നത്, കൺസെപ്റ്റ് മാപ്പ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഡോക്യുമെന്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും. വീഡിയോ ഇൻട്രോ ഡിസൈൻ ചെയ്യാൻ, ഈ ബുക്ക് ഓൺലൈൻ നമുക്ക് എന്തെങ്കിലും ബുക്സോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പ്രോഗ്രാം, ബ്ലോഗ്, ഗ്രാഫിക്സ്, ബുക്ക് മാർക്ക്, ഫോൺ വാൾപേപ്പർ. അപ്പൊ ഈ മോർ എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വേറെ ഡിസൈൻസ് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ക്യാൻവ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഓരോ ഓപ്ഷൻസും പല ഡിസൈൻസും കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. മറക്കാതെ ചെയ്ത് നോക്കണം എന്തായാലും. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോളി, നമുക്ക് കാണാം, നോക്കാലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. പെയ്ഡ് ആയ സംഭവം നമുക്ക് ചിലപ്പോ പ്രീമിയം സംഭവങ്ങൾ ഇതിൽ ചിലത് വരുന്നുണ്ട്. ഇത് പ്രീമിയം ആക്കാരം, ബാക്കിയുള്ളതൊക്കെ ഫ്രീ ആക്കാരം. പ്രീമിയത്തുമ്പോൾ ചിലപ്പോൾ പ്രീമിയം എഴുതിയിട്ടുണ്ടാവും, പെയ്ഡ് എന്നുള്ളത് ഇപ്പോൾ പെയ്ഡ് എഴുതിയിട്ടുണ്ടാവും. പെയ്ഡ് എന്ന് കാണിക്കുന്ന ചില എലമെന്റിന് മാത്രമാക്കാരം, ഡിസൈന് ഉള്ളത്തെ ഒരു ഡിസൈനിന്റെ ഉള്ളിൽ ചില പാർട്ടിന് മാത്രമായിരിക്കും പെയ്ഡ്. അപ്പൊ അത് നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീ ആക്കി ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഹലോ ഹലോ, എല്ലാരും പോയോ? റഹ്മാൻക, ഷാഹിദ്, ഷാവുൽക്ക, ഹലോ, ഓഡിയബിൾ ആണോ? ഹലോ, ഓഡിയബിൾ ആണോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ക്യാനവ. അപ്പൊ അതിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ക്യാനവ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങൾ ഡിസൈൻസും കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഡോക്യുമെന്റൈസോ പോസ്റ്റേഴ്സോ റീൽസോ വീഡിയോസോ എന്താണെങ്കിലും നിങ്ങൾക്കൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കുക. അത് ചെയ്യുമ്പോഴാണ് ഒരുപാട് ഡൗട്ടും കാര്യമൊക്കെ വരും ചിലപ്പോ. അപ്പൊ ചോദിച്ചാൽ മതി. ഓക്കെ, പിന്നെ സലാദിൻ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫേസ്ബുക്ക് പേജിന്റെ കാര്യം. ആ അത് നമുക്ക് എന്തെങ്കിലും റിക്കവർ ചെയ്തെടുക്കാൻ ഓപ്ഷൻ ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ ആ ഫേസ്ബുക്ക് പേജിന് എന്തെങ്കിലും റിപ്പോർട്ട് അടിച്ച് കളയാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നിങ്ങളെ മുമ്പുണ്ടായിരുന്ന അക്കൗണ്ടിന്റെ കൊടുത്ത ഇമെയിൽ ഐ ഡി എവിടെ? അതെന്റെ പേഴ്സണൽ ഇമെയിൽ ഐ ഡി ആണ്. പക്ഷെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനെ ആ മെയിൽ ഐ ഡി വെച്ചിട്ടുള്ള ഒന്നും ഇല്ല എന്നാണ് കാണിക്കുന്നത്. കാരണം പണ്ട് ഉപയോഗിച്ചിരുന്നതാണ് ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട്. അത് വെച്ച് ലിങ്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമായിട്ട് ലിങ്ക് ചെയ്തിട്ടിരുന്നു. അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ നമ്മുടെ കമ്പനിയുടെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫേസ്ബുക്ക് പേജിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ ഫേസ്ബുക്ക് പേജ് ബോർഡർ ചെയ്തിരുന്നില്ല. ഓക്കെ ആ, പിന്നെ ഫേസ്ബുക്ക് എന്റെ പേഴ്സണൽ ആ പേജിൽ മറ്റേ പ്രൊഫൈലിന്റെ ആവശ്യം പിന്നീട് ഇല്ല എന്ന് തോന്നിയപ്പോ ഞാൻ പയ്യെ കളഞ്ഞു. ഓക്കെ, നിങ്ങൾ ആ ഇമെയിൽ ഐ ഡി ഒന്ന് വാട്സപ്പ് ചെയ്ത് തരുമോ? ഞാൻ വാട്സപ്പ് ചെയ്തരാം. അപ്പൊ അതില് ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യാൻ പറ്റും. നമുക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആരെങ്കിലും അഡ്മിൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പേജിന്? അതില് ഞാനിപ്പോ എന്റെ വേറൊരു എമറാൾഡ് നമ്മളെ ഷോപ്പിന്റെ തന്നെ ഒരു പേജ് അല്ലാണ്ട് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ വേറെ. നമ്മുടെ കമ്പനിയുടെ മെയിൽ ഐ ഡി വെച്ചിട്ട് അത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കയറി. ഈ മറ്റേ പേജിലേക്ക്. ജസ്റ്റ് പ്രൊഫൈൽ എടുത്ത് നോക്കി. പേജിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ അതിൽ അബൌട്ടിൽ മൾട്ടിപ്പിൾ അഡ്മിൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷെ അഡ്മിനെ കാണാൻ പറ്റുന്നില്ല. ആരൊക്കെ മൾട്ടിപ്പിൾ അഡ്മിൻ അറിയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് വല്ല പഴയ അക്കൗണ്ടോ അങ്ങനെ എന്തോ ആണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാമായിരുന്നു. ഓക്കെ, അത് ആരാണ്? ഞാൻ എന്തായാലും ഇമെയിൽ ഒന്ന് എന്റെ അയക്കോ? ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വേണോ? പാസ്വേഡ് ഉണ്ടെങ്കിൽ അയച്ചോളൂ, അല്ലെങ്കിൽ റിക്കവർ ചെയ്യേണ്ടി വരും. നിങ്ങളൊന്ന് അയച്ചിട്ടോളൂ, ഞാൻ എന്ത് ചെയ്യാം ആ അത് നോക്കിയിട്ട് ചെയ്തുതരാം. ഞാൻ നോക്കാം. ഞാനിപ്പോ ഓൾറെഡി ഇമെയിൽ ഐ ഡി അടിച്ചു നോക്കിയപ്പോ ശരിക്കും അക്കൗണ്ട് കുറച്ച് ദിവസം വരെ പെൻഡിങ് എടുക്കും. അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് പോവുമല്ലോ, ഡിലീറ്റ് ചെയ്താലും.
പക്ഷെ അത് പോയി കഴിഞ്ഞു അത് വെച്ചിട്ട് ഒരു ഒന്നുമില്ല അവിടെ കാണിക്കും. ഞാൻ എന്തായാലും വാട്സപ്പ് ചെയ്തതാണ് കേട്ടോ. വാട്സാപ്പിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ? 9 മണിയായില്ലേ? കുറെ പേര് പോയി തോന്നുന്നു. ആ പോയി അല്ലേ, ലേറ്റ് ആയി, ഒരുപാട് ടൈം ആയിട്ടേ. അപ്പൊ ഓക്കെ, പിന്നെ മോർണിംഗിൽ ഈ പറഞ്ഞ പോലെ ചിലവർ ഓണാക്കി പിന്നെ ഇരുന്ന് ചിലവർ ഉറങ്ങിപ്പോണ ഒരു ഈ ക്ലാസ് കേൾക്കുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കത്തിന്റെ പ്രശ്നം വരുമല്ലോ. പണ്ടേ നോക്കണ ഉറങ്ങി പോയതാണ്. വേറെ വല്ല ഉറങ്ങിപ്പോണ കുറെ പേരുണ്ട്. ഓഫീസില് ഇറങ്ങി അത് ഓണാക്കിട്ടിട്ട് വേറെ പരിപാടിക്ക് തിരിഞ്ഞോ, എന്താണെന്ന് അറിയില്ല. എല്ലാം ഉണ്ട്. അപ്പൊ ഈ കാലത്താവുമ്പോഴുള്ള വിഷയങ്ങൾ അതാണ്. ശരിയാ. വേറെ ടൈം ഇല്ല ശരിക്കും പറഞ്ഞാല്. ഇതാണ് ഏറ്റവും ഇതാണ്. അത് മുന്നോട്ട് പിന്നെ ആദ്യത്തിലൊക്കെ ഇത്തിരി പ്രശ്നം ഉണ്ടാവും, പിന്നെ ഇൻട്രസ്റ്റിംഗ് ആവുമ്പോ അത് കുറച്ചുകൂടെ ബെറ്റർ ആവും തോന്നുന്നു. പക്ഷെ ഇത് ഈ പകുതി നമ്മൾ കേൾക്കാതെ വരുമ്പോഴേ പിന്നെ ഇനിയിപ്പോ അടുത്ത നമ്മള് വേറെ ഡിസൈനിങ്ങിന്റെ പാർട്ടിലേക്ക് അപ്പൊ നമ്മൾ ഈ ഡിസൈൻ എടുത്തിട്ട് അവിടെ ചെയ്യുമ്പോ ആ ഡിസൈൻ പിന്നെ എങ്ങനെ ചെയ്യാന്നുള്ള ഡൗട്ടാകാരം. ഇത് കറക്റ്റ് ക്ലാസ് സാറ് കുറച്ച് പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ശരിയാവും. നാളെ പ്രൊഫൈൽ ഉണ്ടാക്കാത്തവർക്ക് സസ്പെൻഷനും പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു തുടങ്ങിയോ. അത് വേണ്ടി വരും. സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് പല പരിപാടി ഉണ്ടായിരുന്നു. മറ്റേ ഇപ്പൊ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല പണിയെടുക്കലുണ്ട്. ഇത് ശരിയാവും, ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങുമ്പോ ക്ലിയർ ആവും. ഇപ്പൊ ഇതില് ക്യാൻവ ഒക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാം. കാരണം ഞാൻ ഓൾറെഡി നമ്മളെ കമ്പനിയുടെ ഇതേപോലെ പോസ്റ്റേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഗ്രാഫിക് ഡിസൈനറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് കൂടുതലായതിന്റെ പേരില് ഞാൻ ഓൾറെഡി ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് ക്യാൻവ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ പ്രീമിയം എടുത്ത് ചെയ്തിരുന്നു. ചെയ്ത് പഠിക്കണേ ഡിസൈനിങ് എന്തായാലും അത് പ്രാക്ടിക്കലായിട്ട് നമ്മള് ഒറ്റയ്ക്ക് നിന്ന് പഠിക്കണം. അപ്പോൾ കൂടുതൽ ഐഡിയാസ് വരും. PPT ആണെങ്കിൽ സിസ്റ്റത്തിൽ പഠിക്കണം. കമ്പാരിറ്റീവ്ലി ഇപ്പോ സത്യം പറഞ്ഞ ക്യാൻവ എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വന്നപ്പോ പണ്ടത്തെക്കാട്ടിലും ഭയങ്കരമായിട്ട് മാറി. കാരണം ഇപ്പൊ ഒരാൾക്ക് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ആയാലും എല്ലാത്തിന്റെ സാമ്പിൾ അതിൽ ടെംപ്ലേറ്റ്സ് ഒക്കെ എടുക്കല്ലേ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഉണ്ടല്ലോ. അത് ഒരു ഇത് എല്ലാരും ഡിസൈൻ നോക്കിയാലും കോമൺ ആയിരിക്കും. എല്ലാവർക്കും അതിന് നമ്മളെന്ത് ചെയ്താൽ മതി, അതിൽ നമ്മൾ കുറച്ച് യുണീക്ക് ആയിട്ട് ഡിസൈൻ എടുക്കുക. അതുപോലെ നമ്മള് അവർ തന്ന ടെംപ്ലേറ്റ് അതേപോലെ ചെയ്യാതെ നമ്മുടെ രീതിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്തും കൂടെ ചെയ്യണം. ഇന്ന് ഒന്നും കൂടെ എന്ത് ചെയ്യും, യുണീക്ക് ആവും. കളേഴ്സ് ഡിസൈൻസ് ഒക്കെ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാം. നമ്മളെ ലോഗോ കളറാക്കി കൊടുക്കുക. കുറച്ചൊന്ന് ഉപയോഗിച്ച് വന്നു കഴിഞ്ഞാൽ കുറെ ഐഡിയാസ് നമുക്ക് കിട്ടും. ആദ്യത്തിലൊക്കെ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ പിന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളൊക്കെ ഇപ്പൊ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ഏതായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവരും ഇന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ ക്യാൻവന്റെ ആപ്ലിക്കേഷൻ ചെയ്ത് നോക്കുക. നിങ്ങളെ പ്രൊഫൈല് ഇമേജ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എന്തായാലും എഡിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അയച്ചു തരണം. പിന്നെ ഇന്നലെ എടുത്ത ക്ലാസിന്റെ ഒന്ന് അയച്ചു കേട്ടോ. പിന്നെ അത് ഇന്നലെ എടുത്തത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആയിരുന്നോ? ഇന്നലെ നമ്മൾ എടുത്തതേ എന്താ മെറ്റാ ബിസിനസ് സ്യൂട്ട് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് എടുത്ത. അത് അതിന് മുമ്പത്തെ ദിവസം കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ കംപ്ലീറ്റ് തിളക്കുന്ന. അതിന് മുമ്പത്തെ ദിവസം ഞാൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായില്ല. അപ്പോ എനിക്ക് അതിന്റെ ക്ലാസിന്റെ ഒന്നും അയച്ചത്. ഞാന് നമ്മളെ സംബന്ധിച്ച് സത്യം പറഞ്ഞ ഫേസ്ബുക്കിന് ഇനി ഇമ്പോർട്ടൻസ് വരില്ല എന്നുള്ള മെന്റാലിറ്റിയിലാണ് ഈ ഫേസ്ബുക്കിൽ നിന്ന് മാറിയത്. ഇപ്പൊ ഫേസ്ബുക്ക് ആയി മെയിന്. ഇൻസ്റ്റാഗ്രാമിന്റെ വരെ കൈകാര്യം ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ബാക്ക് എൻഡ് ഫേസ്ബുക്കാണ്. അതെ, ഫേസ്ബുക്ക് പിന്നീട് ഇത് വന്നോട് കൂടിയിട്ട് പിന്നെ ആകെ മാറി. എന്റെ പ്രൊഫൈലൊക്കെ കണ്ടമാനം ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ എന്റെ പോയിട്ടുള്ള പേജിൽ ഏകദേശം 1500 1200 ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ അത് കയ്യിൽ നിന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ അത് എടുത്തത്. എന്റെ അക്കൗണ്ട് പോയി, അത് റിക്കവർ ചെയ്തെടുക്കാൻ മണ്ടത്തരായി പോയത്. ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്ത് എന്തായാലും റിക്കവർ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ? റിക്കവർ ഏതെങ്കിലും മെയിൽ ഐ ഡി ആക്കി ഞാൻ ഓഫ് ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ മെയിൽ ഐ ഡി അയച്ചിടാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓക്കെ.
ബൈ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. അസ്സലാം.